الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا والله مولانا العظيم. عن أبي أمامة الباهلي عن رسول الله صلى الله عليه وسلم قال: عليكم بقيام الليل فإنه دأب الصالحين قبلكم وهو قربة إلى ربكم ومغفرة للسيئات ومنهاكم عن الإثم. نهاهم حبهم بما سقاهم ومن ينبسط عنه بالحسان لهم شغل بمولاهم بذكره وشكر والتهجد بالقرآن مداد فتية غر كرام من الألياء في أعلى مكان وطور العلم أوتاد لأرض ملوك الخلق أطوار الزمان. الله سبحانه وتعالى നമ്മുടെ ഈ കൂട്ടം അവൻ പൊരുത്തപ്പെടുമാറാവട്ടെ. അവൻ്റെ യഥാർത്ഥ അവൻ പൊരുത്തപ്പെടുന്ന യുവാക്കളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ നേതാക്കളാവുന്ന നമ്മുടെ പ്രശാസന്മാരായ പ്രളാളത്തെ തങ്ങൾ ഉസ്താദ്, നമ്മുടെ ഉസ്താദ്, പേരുസ്താദ്, അതുപോലെയുള്ള നമ്മുടെ നേതാക്കൾ ഇവർക്ക് അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അവരുടെ പൊരുത്തത്തിലും തടലുമായി രണ്ട് വീട്ടിലും അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട SSFിൻ്റെ നേതാക്കളെ, പ്രവർത്തകന്മാരെ, തഹജ്ജുദ് നമ്മുടെ അടുത്തുണ്ട്. സഹറ ഉറക്കമൊഴിച്ചു എന്നാണ് തഹജ്ജുദിൻ്റെ അർത്ഥം. ക്ലേശകരമായി നമ്മുടെ സുഖമാകുന്ന ഉറക്കം ഒഴിവാക്കുക, ഇതാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തഹജ്ജുദിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ ഒരർത്ഥം പറഞ്ഞാൽ നിശാ നിസ്കാരം, രാത്രിയുള്ള ഒരു ഇബാദത്ത്. അല്ലാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യലാണ് മനുഷ്യന്റെ ബാധ്യത. അല്ലാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ജഹ്രിയയിൽ എങ്ങനെയാണ് അറിഞ്ഞ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. നാം ദീനീ പ്രവർത്തകരാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള മാത്രമേ ഇവിടെ ഇതിൻ്റെ ഒരു ഓഫീസ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. ഞാനെനിക്ക് നേരത്തെ കിട്ടാത്തത് കൊണ്ട് എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഞാനത് ഗമ്മിയത് മാത്രമേ ഇതിൻ്റെ കോപ്പിയെക്കുറിച്ച് തരുമായിരിക്കും. അല്ലാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ ബാധ്യത. ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. സൗകര്യം കൂടി നെഞ്ച് നിവർത്തിയിരിക്കണം, ഷോൾ നേരെയാക്കണം. ആ ഇരുത്തം തന്നെയാണ് നമ്മുടെ അഭിമാനബോധം. നാം ഒരു കാര്യത്തിന് പറ്റുന്നവരാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവണം. വളഞ്ഞിരുന്നാൽ ജമാഅത്തെ ഇസ്ലാമിൽ വളവുള്ളതുപോലെ, ഇസ്ലാമിൽ ഒരു വളവ് വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് വരികയാണ്. അതുകൊണ്ട് ഒരു വളവ് നമുക്ക് വന്നു, വളവില്ലാത്തൊരു തോന്നൽ
ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇരുത്തം ഒരു പക്ഷേ നമ്മളെ ഒരു പ്രവർത്തകർക്ക് നമുക്ക് ഒരു കസേരയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും വരുന്നത്. ഏതുമാവട്ടെ, എവിടെ ഇരുന്നാലും നമ്മൾ ഷോൾഡർ നേരെയാക്കുക, തല നേരെ പിടിക്കുക. ഈ ഒരു ചിന്തക്കും ഈ ഒരു ദിക്കറും ഷെയ്ഖുള്ള കാലത്ത് 2000 ദിക്കറ് ഇഫ്തിറാഷിൻ്റെ യുദ്ധത്തിലിരുന്ന് കാലുതെറ്റാ പറയും. ആ സമയത്തും നെഞ്ച് നേരെയായിരിക്കണമെന്നാണ് പറയുക. പിന്നെ ഞാൻ മുസ്താൻ കൂടി ഇരിക്കും. ഇപ്പോൾ മുമ്പിൽ 30 രൂപ പ്രത്യേകിക്കും. അതിൽ കാല് തെറ്റിയാൽ പിന്നെ ഫൈൻ പറയും. പിന്നെ 2000 ദിക്കർ എനിക്കും പറയാം, ഉസ്താദിനും പറയാം. പിന്നെ ഇഫ്തിറാഷിൻ്റെ യുദ്ധത്തിലായിരിക്കും 2000 ദിക്കറായിരിക്കും ഫൈൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് ഇരുന്ന് ആദ്യ ശുപാരിശ ഇരുത്തത്തിൻ്റെ കൈഫക്കാതെ സാധാരണ അത്തഹിയാത്തിനെ പറ്റി പറഞ്ഞു. കൈഫക്കാതെ എങ്ങനെ ഇരുന്നാലും പറ്റും. പിന്നെ പൊതു തത്വം നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി പറയുന്നത്. ഏതുമാവട്ടെ, അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുക. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രാവിനെ ഹയാത്താക്കുന്നതിനെ പറ്റി തൻ്റെ ഇഹയിൽ 410 പേജിൽ തഹജ്ജുദ് എന്നൊരു ബാബ്, അതിനേക്കാൾ കൂടുതൽ രാവിനെ എങ്ങനെ വിഭജിക്കാം. ഒരു കച്ചവടക്കാരൻ, അവനൊരു തന്ത്രമുണ്ട്. എങ്ങനെ ബിസിനസ് ചെയ്യാം, എപ്പോൾ ചെയ്യാം, ഏതിനാണ് കൂടുതൽ ലാഭം കിട്ടുന്നത്. ഇതുപോലെ തന്നെ ഇമാം ഗസാലി ഇതിൽ ഏറ്റവും ഗവേഷണം നടത്തിയ വലിയൊരു മഹാനാണ്. മൂപ്പര് പറയുന്നത് ഇഅലം അന്നന്നാമരീന ബിനൂരിൽ ബസ്വീറത്തി അലിമു അന്നഹു ലാ നജാത ഇല്ലാ ഫീ ലിഖാഇല്ലാഹി തആല എന്ന് തുടങ്ങിയിട്ട് തഹജ്ജുദിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നത് ഉൾക്കാഴ്ച, ബസ്വീറത്ത്, ഉൾക്കാഴ്ചയോടുകൂടെ അള്ളാഹുവിൻ്റെ മഅരിഫത്ത് കിട്ടി ഇബാദത്ത് ചെയ്യലാണ് ഒരു മനുഷ്യന് വേണ്ടത്. ഞാൻ നിങ്ങളോട് ആദ്യം ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഇതിന് മുമ്പ് ഒത്തിരി ക്ലാസ് കഴിഞ്ഞായിരിക്കും തഹജ്ജുദ് വന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തഹജ്ജുദിനെ പറ്റി ഞാൻ ആദ്യം തന്നെ കുറച്ച് പറഞ്ഞില്ലേ. ഈ തഹജ്ജുദ് പതിവാക്കുന്നതിനെ പറ്റി അബ്ദുല്ലാഹി യാഫി പറഞ്ഞത് തന്നെ എന്താണ്? തഹജ്ജുദ് പതിവാക്കുന്നവർ ശരിക്ക് റബ്ബിന്റെ പ്രീതിയുള്ളവരായിരിക്കുന്ന, അപ്പൊ സഞ്ചരിച്ച് ഒരു മഖാമിലെത്തിയവരാണ് അവര്. ലഹും ശുഗലും ബിമൗലാഹും ബിദിക്രി, അവർക്ക് അല്ലാഹുവാകുന്ന അവരുടെ യജമാനനോട് ദിക്ർ കൊണ്ട് ചില ജോലിയുണ്ട്, ശുക്റുണ്ട്. വത്തഹജ്ജുദി ബിൽ ഖുർആൻ, ബിൽ ഖുർആനി, ഖുർആൻ ഓതി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സൂറത്തുൽ ബഖറ, ആല ഇംറാൻ, അതുപോലെ തന്നെ നിസാ, മാഇദ, ഈ ജുസുകൾ എല്ലാം കൂടി ഓതിയിട്ടാണ് 4 റക്അത്ത് നിസ്കരിച്ചിരുന്നത്. 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അതേപോലെ തന്നെ റുകൂഇലും തുല്യമായ സമയമെടുത്തിരുന്നു, സുജൂദിലും തുല്യമായ സമയമെടുത്തിരുന്നു, അതുപോലെ തന്നെ അത്തഹിയ്യാത്തിലും ഇടയിലിരുത്തലും തുല്യമായ സമയമെടുത്തിരുന്നു. ചോദ്യം ചോദിക്കുന്നുണ്ട്, ആർക്കും വിഷമമില്ല ഇല്ലല്ല. നാക്കോട്ട് സംസാരിക്കും, പൂച്ചക്കുട്ടിയല്ല, നാക്കോട്ട് സംസാരിക്കും, വിഷമമുണ്ട ഒരു സംസ്കാരം കൂടി ആയിക്കോട്ടെ. 3 തസ്ബീഹിന്റെ മുകളിൽ സുജൂദിൽ ചെല്ലിയവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി 3 എണ്ണം ഉണ്ട്. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ 11, 9, 7, 5, 3. 11 ചെല്ലിയിട്ടുള്ളവരൊന്ന് കൈവയ്ക്കുക. ശീലിക്കണം മക്കളെ, ശീലിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നോട് ക്ലാസ്സസ് ആയിരിക്കണം, നല്ല ക്ലാസ് ശരിയാവും. ഒരു ദിവസം കൊണ്ട് ഖത്തം തീർത്തവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. 3 ദിവസം കൊണ്ട് ഖത്തം തീർത്തവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. എൻ്റെ ഈ ക്ലാസ് ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയുള്ളതാക്കരുത്. എൻ്റെ മോനെ ഇച്ചിരി മോനോട് ഇരുന്നോ, മോനെ ഇച്ചിരി മദീനയിൽ 1000 ദിവസമെല്ലാം എനിക്ക് ഒരു ഖത്തം തീർക്കാൻ പറ്റിയിട്ടുണ്ട്. മഹാനായ ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഹദറത്തിലായ ദിവസങ്ങളിലെല്ലാം ഒരു ഖത്തം തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഒന്നുമല്ല മക്കളെ ആയിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്വഹാബത്തിന്റെ, അയിമ്മത്തിന്റെ, താബീങ്ങളുടെ സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ ചെയ്തെന്ന് നോക്കിയ വലിയ അത്ഭുതവും, അവർ ചെയ്ത
ഒരു സംഭവം ഇന്ന് 3 മണിക്ക് നോക്കിയ ഒരു സംഭവം ലാസ്റ്റ് കണ്ട എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അബൂ ഇസ്ഹാഖ് സബീഇ ക്ലാസ്സിലൊക്കെ പറയാം, സ്വന്തമായി ക്ഷണിക്കുകയും ചെയ്യാം. അബൂ ഇസ്ഹാഖ് സബീഇ എന്ന് പറയുന്ന മഹാൻ പറയുന്നു, അബൂ ഇസ്ഹാഖ് സബീഇ ഇപ്പോൾ എടുത്തിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടൊക്കെ നന്നായിട്ട് ഇപ്പൊ ഇതുകൊണ്ട് തമ്മിൽ ഞങ്ങൾക്ക് കാണാൻ കുറെ നടന്നിട്ടുണ്ട്. എന്റെ ക്ലാസ്സിലോട്ട് നിങ്ങളൊന്ന് എന്റെ ക്ലാസ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ മഹാൻ പറയുന്നു, എന്റെ നിസ്കാരമൊക്കെ നഷ്ടപ്പെട്ടു. എന്താണ്? എനിക്ക് വയസ്സൊക്കെ കൂടി, കാലൊന്നും നിവർത്താൻ പാടില്ല, വളഞ്ഞിരിക്കുന്നത്, തിരിഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ എന്റെ പ്രായം കൂടിയിട്ടുണ്ട്, എന്റെ നിസ്കാരമൊക്കെ പോയി. അപ്പൊ നമ്മളോർക്കും എല്ലാവർക്കും സന്ദർശിക്കാത്ത മനുഷ്യനാണ് തോന്നിപ്പോകും വർത്താനം കണ്ടാല്. അല്ല, അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ മൂപ്പർക്കാവൂല. മൂപ്പറുടെ ഹയാത്ത് കാലത്ത് മൂപ്പർക്ക് ആരോഗ്യമുള്ളപ്പോൾ മൂപ്പർ നിസ്കരിച്ചിരുന്നത് എങ്ങനെയാണ്? എല്ലാ ദിവസവും 1000 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. നിസ്കാരം എത്രയാണ്? 1000 ആയത്ത് നിസ്കരിക്കുമായിരുന്നു. ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും 1000 റക്അത്ത് ഓതി നിസ്കരിക്കുമായിരുന്നു മഹാനവറുകൾ. അങ്ങനെ തീരെ വയ്യ, എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല. ഈ സമയത്ത് മഹാനവറുടെ ഖാദിമീങ്ങൾ ഈ തഹജ്ജുദിന്റെ സമയത്ത് ഇങ്ങനെ പൊക്കി എഴുന്നേൽപ്പിച്ച് അവിടെ നിർത്തും. ആ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ലാത്ത ആള് 1000 റക്അത്ത് ഓതി തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു. 100 പുരുഷന്മാരുടെ ചരിത്രം എന്ന് പറയുന്ന കിതാബിന്റെ 127 പേജിൽ കാണാം. 100 പുരുഷന്മാരുടെ ചരിത്രം എന്ന കിതാബിന്റെ 127 പേജിലുള്ള ഒരു സംഭവമാണ് ഈ പറയുന്നത്. അപ്പൊ 1000 റക്അത്ത് 1000 ആയത്ത് ഓതുന്നത് വരെ അദ്ദേഹത്തിന് നിസ്കാരമായിട്ടുള്ള ആ ബന്ധം കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമായിരുന്നു. ഏതാണെങ്കിലും നിങ്ങൾ എന്റെ മുമ്പിൽ കിട്ടിയല്ല. ചിന്തിക്കുക, നമുക്ക് ഓരോരുത്തർക്കും തോന്നും ഞാൻ വലിയ രോഗിയാണ്, എനിക്ക് നല്ല സുഖമില്ല, എനിക്ക് വലിയ ദാരിദ്ര്യമാണ്, വലിയ ശത്രുക്കളാണ്, വലിയ പ്രതിസന്ധിയുള്ള ആളാണ്, വലിയ പ്രശ്നമുള്ള ആളാണ്. ഇങ്ങനെ തോന്നിയാൽ അങ്ങനെ തന്നെയല്ലേ? അല്ല, ഏത് പ്രതിസന്ധിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, ഏത് രോഗവും എനിക്ക് നേരിടാൻ പറ്റും, ഏത് പ്രശ്നങ്ങളും എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മനസ്സ് നമുക്ക് വന്നാൽ അത് പറ്റും. രാത്രി ഒന്ന് എഴുന്നേറ്റ് നോക്കാവും, ഭയങ്കര നമ്മുടെ കണ്ണൊക്കെ വലിയും, നമുക്ക് ക്ഷീണമാണ്, പല്ലുവേദനയാണ്, നടുവേദനയാണ്, നാളെ ഇന്നത് ചെയ്യണം എന്നുള്ള ക്ഷീണം നമ്മളെ മടക്കും. പക്ഷേ നാളെ 1,00,000 രൂപ നമുക്ക് കിട്ടുമെന്ന് കഴിഞ്ഞാൽ നാം എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാകും, ഇല്ലേ? ഇതുപോലെ ആ മനസ്സ് നമ്മളുടെ ഒരു ആഗ്രഹ സഫലീകരണമാണ് അങ്ങോട്ട് നയിക്കുന്നതെങ്കിൽ നമ്മളിവിടെ ഒരു വലിയ പ്രവർത്തനമാണ് ചെയ്യുന്നത്. 18 രാജ്യത്തിൽ നിന്ന്, വ്യത്യസ്തമായ 18 രാജ്യത്തിൽ നിന്നും വന്നവർ ഇവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ 52ഓളം ഹജ്ജ് ചെയ്ത, ഇന്നും സൂറത്തുൽ അൻആം മുടക്കാത്ത ഒരു നേതാവിനെ അറിയാമോ? നമ്മളെന്താ ഇന്ന് ഓതിയത്? ഒരാൾക്ക് മുമ്പിൽ ഇന്നും സൂറത്തുൽ അൻആം മുടക്കൂല. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആ പൊരുത്തം അള്ളാഹു 2 വീട്ടിലും നമുക്ക് നൽകട്ടെ. ഒറ്റ ദിവസമേ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ അങ്ങനെയുള്ള ഒരു നേതാക്കളുടെ, ലോകത്തിന്റെ ഏത് ഭാഗത്തും ശബ്ദമെത്തിക്കാൻ പറ്റുന്ന മഹാനായ ഉസ്താദിന്റെ നമ്മളെല്ലാം ഓർത്ത് നമ്മുടെ പ്രസ്ഥാനം കബറിൽ കുഴിച്ചു കൊണ്ടുവന്ന് CBI-നേക്കാളും വൻ ശക്തിയിൽ പേരുടെ ഉസ്താദ് എല്ലാം പിടിച്ച് പുറത്തു കൊണ്ടുവന്നപ്പോൾ സത്യത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് വേറെ പോയി സമാനപ്പെട്ടു. അൽഹംദുലില്ലാഹ് നമ്മൾ കൊടുത്തിട്ടില്ല. മറ്റൊന്നെന്താണ്, എന്ത് വന്നാലും നേരിടാനുള്ള ഒരു വൻ ശക്തിയുടെ ഒരു പടക്കുതിരകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമുക്ക് തെളിയിച്ചു തന്ന അവരുടെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് നമ്മളെ. അള്ളാഹു തിരഞ്ഞെടുത്തവരാണ്. ഇവിടെ ആശയം പങ്കുവെക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, ഈ തഹജ്ജുദ് ഇതിനു മുമ്പ് ഒത്തിരി കഴിഞ്ഞിട്ടെന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ചർച്ച പോകുന്നത്.
ഇതിനു മുമ്പ് ഒത്തിരിയുണ്ട്. ഏതുമാവട്ടെ സ്റ്റേറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ചതുകൊണ്ട് ആ ഭാഗത്തേക്ക് മാത്രം ഞാൻ പറയുന്നു. ഒറ്റ കാര്യം പറയട്ടെ, ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഒക്കത്തെ തലാ ആയാൽ 80 കൊല്ലത്തെ ശിക്ഷയാണ് നമുക്കുണ്ടാകാൻ പോകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 80 കൊല്ലത്തെ ശിക്ഷ. അതേ സമയത്ത് ഹിസാബും സിറാത്തും എല്ലാം അറിയാവുന്ന നാം മനസ്സിലാക്കണം, ഒരു നിസ്കരിച്ച് അസറിന് മുമ്പുള്ള സമയം എത്രയോ, ഇതാണ് സ്വാലിഹീങ്ങൾക്ക് ആകെ ഹിസാബ്, സജ്ജനങ്ങൾക്ക് ആകെ ഹിസാബ്. ഒരു നിസ്കരിച്ച് അസറ് തീരുന്ന അസറ് ഒക്കെ താകുന്നതിന് മുമ്പുള്ള സമയം എത്ര ചെറുതാണ്. ഇതാണ് വരാൻ പോകുന്നത്. അള്ളാഹു ഈ ഖിദ്മത്ത് കൊണ്ട്, ഈ മഹാന്മാരുടെ പിന്നിൽ അണിനിരക്കുന്നത് കൊണ്ട്, ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തരുമാറാവട്ടെ. മനസ്സിലാക്കിക്കൊണ്ട് തഹജ്ജുദ് അത് എങ്ങനെ നിസ്കരിക്കണം? ഒറ്റ ചോദ്യം ചോദിക്കാൻ പോയിട്ട്, കോടീശ്വരനാകാൻ ആഗ്രഹമുള്ളവരെല്ലാം കൈവയ്ക്കുക. കോടീശ്വരനാകാൻ ആഗ്രഹമുള്ളവരെല്ലാം കൈവയ്ക്കുക. ഖുർആനും പഠിക്കുക, ഖുർആന്റെ പറഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്നവരെല്ലാം കൈവയ്ക്കുക. രണ്ടും ഒരേപോലെയാണ് മക്കളെ, രണ്ടും ഒരേപോലെയാണ്. 1 കോടി രൂപ ഉണ്ടാക്കാൻ കോടീശ്വരനാണെന്ന് പറഞ്ഞാൽ ഉടനെ കൈ നോക്കണം. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ബുദ്ധിയുള്ളവരെല്ലാം ഒന്ന് കൈവയ്ക്കേ. ഇതാണ് SSF ഇത്രയും വളരണം, ഇവിടം വരെ എത്തണം. കോടീശ്വരൻ സ്ഥിരമായി വിദ്യാർത്ഥികളായ കുട്ടികളൊക്കെ ദൈവപ്പെട്ടെ, വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുട്ടികൾ 4 പേര്, ബാക്കിയുള്ളവരും ജോലിയുള്ളവരല്ല. എന്തിനാ ഹജ്ജിന് പോകാനാണ് അപേക്ഷ കൂട്ടുന്നത്? പറഞ്ഞോ, സംസാരിച്ചോ? ആണാ സംസാരിച്ചോ എന്ന് പറയുന്നത് അപ്പം പൂച്ചക്കുട്ടിയാണ്. മനുഷ്യന്മാർ സംസാരത്തിന് നാമ തന്നു. ഇവിടെ തൊട്ട് തുടങ്ങണം നമ്മുടെ മാന്യത. എൻ്റെ അടുത്ത് വിദ്യാർത്ഥികൾ വരുമ്പോൾ ആദ്യത്തെ ഇങ്ങനെ ആക്കും. ഞാൻ ചോദിക്കുന്നത് ബറവാദം ഉണ്ടാകുന്ന ചോദിക്കും. അത് കളയണം, അത് നമ്മുടെ സംസ്കാരത്തിന് മോശമാണ് അല്ലെ എന്ന് പറയും. നാക്കുകൊണ്ട് സംസാരിക്കുന്ന എവിടെയും നമുക്ക് വില ഉണ്ടാകും, എവിടെയും നമുക്ക് വില ഉണ്ടാകും. കോടീശ്വരനാകണമെന്ന് ചോദിക്കുന്ന അതേ തത്വം, എങ്ങനെ കോടീശ്വരനാകാം എന്ന് ഇംഗ്ലീഷിൽ ബുക്കുണ്ട്, അത് അറബിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. എങ്ങനെ കോടീശ്വരനാകാം പുസ്തകം ഇംഗ്ലീഷിലാണ്, അത് അറബിയിലേക്ക് വിവർത്തനം ചെയ്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറയുന്നത് എന്താണെന്ന് അറിയാം, എനിക്ക് കോടീശ്വരനാകണം എന്ന് മനസ്സിൽ ഉറപ്പിക്കലാണ് നീയത്താണ്, അല്ല ഒരു വൻ നീയത്ത്. എനിക്ക് കോടീശ്വരനാകണം എന്ന് കരുതലാണ് ആദ്യത്തെ എന്നാണ്. അങ്ങനെ കോടീശ്വരനാകണമെങ്കിൽ എത്ര മണിക്ക് എനിക്ക് കൊണ്ടുവരുന്ന അക്ബർ എത്ര മണിക്ക് എനിക്ക് കോടീശ്വരനാകേണ്ട ആള് എത്ര മണിക്ക് എണീക്കും? രാവിലെ എത്ര മണിക്ക് എണീക്കും? എത്ര മണിക്ക് സാറിന് എണീക്കണം? ഷെയർ ചെയ്തോ, കുഴപ്പമില്ല. 4 മണിക്ക് എണീക്കും. ഈ 4 മണിക്ക് എണീറ്റിട്ട് ജോലി ചെയ്തിട്ട് കോടീശ്വരനാകാൻ പറ്റിയിട്ടില്ല. അപ്പൊ എത്ര മണിക്ക് എണീക്കേണ്ടി വരും? അതിനേക്കാൾ മുമ്പ് എഴുന്നേക്കണം. എത്ര മണിക്ക് കിടക്കും? 10:30 കിടക്കും. 10:30 കിടന്ന് ഇത്രയും സമയം ഉറങ്ങിയിട്ട് മാത്രം കോടീശ്വരനാകാൻ പറ്റാത്ത എത്ര മണിക്ക് കിടക്കേണ്ടി വരും? ഒന്നുകൂടി താമസിച്ച് കിടക്കണം. ഇപ്പൊ സഞ്ചരിക്കുന്ന വാഹനത്തിൽ മാത്രം പോരാ, അതിനേക്കാൾ കൂടുതൽ അഥവാ നമ്മൾ തയ്യാറാകണം. അത് തന്നെയാണ് പൊന്നുമക്കളെ തഹജ്ജുദിന്റെ അവസ്ഥ. തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് നമ്മൾ ആദ്യം ഉറപ്പിക്കാം. പിന്നെ തഹജ്ജുദ് വന്നോളൂ. തഹജ്ജുദ് നിസ്കരിക്കണം എന്നുള്ള നിയ്യത്ത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, അവിടെ ഇമാം ഗസാലി തങ്ങളുടെ ചർച്ചയൊക്കെ വരുന്നുണ്ട്. എങ്ങനെ നിസ്കരിക്കണം, എത്ര റക്അത്ത് നിസ്കരിക്കണം, നിസ്കരിക്കുന്നതിന്റെ ഭാഗം എത്രയാണ് നിൽക്കേണ്ടത് കണ്ടൊന്നും അല്ല. നമ്മൾ എഴുതോ കിതാബ് താല ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം അമലിയും പോലെയല്ല, കിതാബ് താല ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാത്ത സംഭവം പറയുന്നത് യഹ്യ. അപ്പോഴ് എങ്ങനെ നമ്മൾ ഇത് കൈകാര്യം ചെയ്യണമെന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. തഹജ്ജുദ് നിസ്കരിക്കണം, അതിന് പല്ല് തേച്ചിട്ട് പൗഡർ ഇടാവൂ എന്ന് ഞാൻ സാധാരണ പറയുന്നത് പോലെ ഫർള്
ഖളാ ആകാൻ പാടില്ല. ഒരൊറ്റ കുട്ടിക്കും ഫർള് ഖളാ ആകാൻ പാടില്ല. ഫർള് ഖളാ ആകരുത്. അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. റബ്ബിന്റെ ഇസ്മത്ത്, SSFന്റെ ഗുണം അതാണ് മക്കളെ. റബ്ബിന്റെ ഇസ്മത്ത്, റബ്ബിന്റെ ഇസ്മത്ത് ഏത് ഘട്ടത്തിലും ഈ കസൂനേരോ വഫാത്തിനോട് ചേർന്ന സമയത്ത് ഞാൻ ഇവിടെയുണ്ട്, ഓർമ്മ ഒന്നുമില്ല. അപ്പോഴും അങ്ങും എല്ലാ സ്ഥലത്തേക്കും തിരിഞ്ഞ് വെറുതെ കൊടുക്കണം എന്ന് പറയും. പറഞ്ഞൊരു ഹബീബാജി, കാസർകോട്ടെ ഹബീബാജി ഇങ്ങനെ ഒതുകൊടുത്തോണ്ടിരിക്കുന്നു. പറഞ്ഞൊരു ഉസ്താദ് കൊണ്ട് ഒതുകൊടുപ്പിച്ചോണ്ടിരിക്കുന്നു. ഒതുകൊടുത്ത് കഴിഞ്ഞ ഉസ്താദ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിസ്കരിക്കുന്നു, ഇരുന്നുള്ളൂ. കിബില ഒന്നും ഉസ്താദില്ല. അപ്പോൾ നമ്മുടെ ആലിമീങ്ങളുടെ ഹാൽ അതാണ്. ഉസ്താദിൽ നിന്നാണ് വലിയൊരു മസല പഠിച്ചത്. കാസർഗോഡ് ഓതുമ്പോഴേ എല്ലാവരും ജംആക്കും. ഉസ്താദ് എന്തെന്നറിയോ, യാത്ര ചെയ്യുന്നിടത്ത് കണ്ണൂർ വരുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടുമ്പോൾ ഒരു കള്ളാസിൻ്റെ പെട്ടെന്ന് പടപടാ നിസ്കരിച്ച് ആ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് ഉസ്താദ് പ്ലാറ്റ്ഫോമിൽ നിസ്കരിച്ചിട്ട് കുറച്ച് ജംആക്കിയ പോലും ചെയ്യും. ഉസ്താദ് ജമ്മ അനുവദനീയമാണ്, പക്ഷേ അനുമതി ജമ്മില്ല, റോഫിസയാണ്. ജമ്മില്ലാത്തതുകൊണ്ട് ഉസ്താദ് ജമ്മാക്കൂല. എങ്ങനെയും ഒരിത്തിരി സമയം കിട്ടിയ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. എങ്ങനെയെങ്കിലും ഒരു തപ്പിപ്പടഞ്ഞ് ഒതുകൊടുത്ത് റെഡിയായി റെയിൽവേ സ്റ്റേഷനിൽ കയറി അപ്പം നിസ്കരിച്ചിരിക്കും. ഇതാണ് നമ്മുടെ നേതാക്കൾ. അതുകൊണ്ട് നിസ്കാരം ഖളാ ആകാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം. റബ്ബിനോട് കാവലിനെ ചോദിക്കണം. അതിന്റെ ശിക്ഷ ഒറ്റ വാക്കിൽ പറഞ്ഞു. അങ്ങനെ രാവിലെ നമ്മൾ സുബഹിക്ക് എഴുന്നേറ്റ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. സുബഹിക്ക് മുമ്പ് എത്ര റക്അത്ത് നിസ്കരിക്കണം മക്കളെ? എത്ര റക്അത്ത് പറഞ്ഞോ? അതിലെന്താ ഓതേണ്ടത്? ആദ്യത്തെ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുക. എന്താണ് ഫാത്തിഹയ്ക്ക് ശേഷം? എന്താണ് ചെയ്ത് എനിക്ക് രക്ഷ ചെയ്യേണ്ട മക്കളെ. ഒരാളെങ്കിലും ചെയ്താൽ അറിവുള്ളവർ എഴുതണ്ട, അറിവില്ലാത്തവർ എഴുതുക. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫയും ഖുൽ ഹുവല്ലാഹു ഓതുക. നന്നായിട്ട് പിന്നെ എഴുതുക. അപ്പോഴേ ഇത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ജോലിത്തിരക്കുള്ളവരാണ്. പറ്റുന്നവരെല്ലാം ഒരു 2 റക്അത്തെങ്കിലും ദുഹാ നിസ്കരിക്കുക. അത് 4 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. അത് വേണമെങ്കിൽ ഒരു 10 മണിക്ക് ശേഷം നിസ്കരിക്കാം. ഇതുമല്ല നമ്മൾ ജോലിത്തിരക്കുള്ളവരാണെങ്കിൽ ഉദയം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. നല്ലത് 3-1 കഴിഞ്ഞിട്ട്. അപ്പൊ 6 മണിക്കൂർ 6 മണിയാകുമ്പോൾ 12 മണിക്കൂറുണ്ട്. അതിന്റെ 3 പറയുമ്പോൾ ഒരു 4 മണിക്കൂർ കഴിയും. അപ്പോൾ ഒരു 10 മണിക്ക് പറ്റുന്നത്. ശരി, എല്ലാവരും എന്നെ ശ്രദ്ധിക്ക്. ളുഹറിന് മുമ്പ്, ളുഹർ ഫർളാണ്, അതിന് മുമ്പ് എത്ര റക്അത്ത് നിസ്കരിക്കണം? 4. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ളുഹറിന് ശേഷം 4, അസറിന് മുമ്പ് 4, മഗ്‌രിബിന് മുമ്പ് 4, 2, മഗ്‌രിബിന് ശേഷം 2, ഇശാക്ക് മുമ്പ് 2, ഇശാക്ക് ശേഷം 2. ഫർള് എത്ര റക്അത്താണ്? 17. എത്ര റക്അത്തുണ്ട്? 17. ഞാൻ പറഞ്ഞ സുന്നത്തൊന്ന് കൂട്ടി, ഞാൻ പറയുമ്പോൾ ഇങ്ങോട്ട് കൂട്ടുക. സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 2, 6. ളുഹറിന് ശേഷം 4, അപ്പൊ എത്രയായി? 10. അസറിന് മുമ്പ് 4, മഗ്‌രിബിന് മുമ്പ് 2, മഗ്‌രിബിന് ശേഷം 2, ഇശാക്ക് മുമ്പ് 2, ഇശാക്ക് ശേഷം 2, അപ്പൊ എത്രയായി? 20, 22, 17, 31 അല്ലെ? 31. അത് 39. ളുഹയില്ലാതെ 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചാൽ എത്രയായി? 50. അല്ലാഹു ഫർളാക്കി എത്രയാണ്? 50 റക്അത്ത് ഒക്കത്തൊന്നോടെ പറഞ്ഞിട്ടില്ല. ഇതാണ് മുത്തഫരിദ് ഗവൺമെന്റ് ഉസ്താദ് ചോദിച്ചത്. 50 റക്അത്ത് ദിവസം നിസ്കരിച്ചിരിക്കണം, ഏറ്റവും ചുരുങ്ങിയത്. നിങ്ങൾക്കറിയോ, സുന്നത്ത് ഫർദ് കൂട്ടിട്ടാണ് സ്വഹാബത്ത് ഒരൊറ്റ കുഞ്ഞ് 100 റക്അത്ത് നിസ്കരിക്കാത്ത ദിവസമില്ലെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. ഒരൊറ്റ ദിവസം 100 റക്അത്ത് നിസ്കരിക്കാത്തവരില്ല. നമുക്ക് 50 റക്അത്ത് നിസ്കരിക്കാൻ പതിവാക്കാം. ഒന്ന് ശീലിച്ചൂടെ? ഒന്നും പറ്റൂലേ? പറ്റും. ഇവിടെ കോടീശ്വരനാണെന്ന് ഞാൻ ചോദിച്ചിട്ട് കാര്യം എന്താണ്? നിങ്ങൾ ഉദ്ദേശിച്ച കൂടിയല്ല വരാൻ പോണത്. അത് നമുക്ക് വേണം. ഉദാഹരണക്ക് മുടക്കണമെങ്കിൽ എന്തോരം പൈസ കൊടുക്കുന്നത്? ദിവസം 10,000 രൂപ വേണം. ഈ ഉണക്കപ്പാടാൻ വേണ്ടിയിരുന്നത് എങ്ങനെ 16 രൂപ? റെസീവറെ വെച്ചിട്ടില്ല.
അള്ളാഹു വസല്ലാമിന്റെ ഹക്കുകൊണ്ട് എൽമിന്റെ ബറക്കത്ത് കൊണ്ട് ഇതുവരെ നടന്നു പോയിട്ടുണ്ട്. അള്ളാഹു എത്തിച്ചേരുമാറാവട്ടെ. മക്കളെ, ഇത് അങ്ങനെ നിസ്കരിച്ച് അതിനിടക്കൂടെ നിസ്കരിച്ച് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കിടന്നിട്ട് പിന്നെ നിസ്കാരത്തിനാണ് അവർ ഒത്തിരി ക്രമങ്ങൾ പറയുന്നുണ്ട്. രാവ് മുഴുവൻ ഹയാത്താക്കുക. നമ്മൾ ഉറങ്ങുമ്പോൾ സുഖമായി ഉറങ്ങണമെങ്കിൽ എന്ത് വേണം? ഫാൻ വേണം, അല്ലെ? ഫാൻ ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് എന്ത് വേണം? ഒരു പുതപ്പ് വേണം. എന്താ ഇല്ലാത്ത വേണ്ടേ? പുതപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് നേരെ ഇരുന്ന് കൈവക്കാൻ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടൂല. ഇത് മതി. പോലീസുകാരിപ്പോ മുമ്പത്തെ പോലെ സല്യൂട്ട് അടിക്കണ്ട, ഇങ്ങനെ വിളിച്ചാൽ മതി. അതുപോലെ നമ്മൾ അങ്ങനെ ഒന്ന് ശീലിക്കാം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പ് പുതച്ച് കിടന്നുറങ്ങിയ ഒരു സമയത്താണ് അല്ലാഹു ഈ ആയത്തിറക്കിയതെന്നാണ് തഫ്സീറുൽ നസഫി പറയുന്നത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, പുതപ്പ് പുതച്ചുറങ്ങുന്ന ഏത് ആളെയും അഥവാ സുഖമായി ഉറങ്ങുന്ന ഏതാളെയും ബാധിക്കുന്ന രൂപത്തിലാണ് ഈ ആയത്തുള്ളതെന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു. എന്താ അർത്ഥം? യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പെട്ട് മൂടി സുഖമായി കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി മനുഷ്യ എന്ന് വിളിച്ചുകൊണ്ട് എണീക്ക്. ഇത് കിടന്നും ഉറങ്ങൽ മാത്രമല്ല, കോടികൾ ഉണ്ടാക്കണമെന്ന് ഒരാൾ കിടന്നുറങ്ങുമോ? നാളെ കോടി ഉണ്ടാകേണ്ടതാണോ? കിടന്നുറങ്ങാൻ പറ്റുമോ? എങ്ങനെയാണ് പ്രോഗ്രാമുകൾ ഉണ്ടാക്കും? രാവിലെ തന്നെ സൈറ്റിലേക്ക് കയറും. ഏതിനാണ് ഏറ്റവും ലാഭമുള്ളത്? ഏത് മാർക്കറ്റിലാണോ? ഫ്രാൻസിലാണോ, ലണ്ടനിലാണോ, USA വേറെ ഏത് രാജ്യത്ത് ഏത് മാർക്കറ്റിലാണ് ഏറ്റവും ലാഭകരമായി കിട്ടുന്നത്? സെർച്ച് ചെയ്യൂലേ? അവന് കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല. ഉച്ചക്കുട്ടിയുടെ ശബ്ദം കേൾപ്പിക്കലടാ, ബാക്കിയുള്ളവരാ ഇങ്ങനെ പറഞ്ഞ ആക്ഷേപിക്കോ മാറിക്കോളൂ. അപ്പോഴ് നമ്മൾ എന്ത് ചെയ്യണം? ഈ നിലക്ക് ഒരാള് തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം, എൻ്റെ ഒരു അനുഭവത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നറിയില്ല, എന്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നവർക്ക് എൻ്റെ വില ഉണ്ടാവില്ല. നമ്മുടെ സംഘടന SPS ആവട്ടെ, SSF ആവട്ടെ, അതാണ് നമ്മൾ സാധാരണ ആൾക്കാരാണ്. ഇഖ്ലാസോട് ഒരാൾ അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഇതൊന്നൊരു ഭംഗി വാക്കായിട്ട് പറഞ്ഞല്ല, അവൾ ഉദ്ദേശിക്കുന്ന മുറാദിലൊരു പ്രാർത്ഥിക്കും ചെല്ലണ്ടെന്ന എൻ്റെ അഭിപ്രായം. ഒരു പ്രാർത്ഥിക്കും നടത്തണ്ട, ഒരു ഹാജത്ത് നിസ്കരിക്കണ്ട, ഒരു കൈ ഉയർത്തണ്ട. നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ അവർ നമ്മളെ മുഖം കർപ്പിച്ചു കൊടുക്കും, അവരുടെ ഇഷ്ടത്തിലല്ല. അതേസമയത്ത് തസ്കിയത്തുണ്ടാവും. എന്നെ വിളിച്ച് ഫോൺ ചെയ്ത ആളുകളും തസ്കിയത്തിലല്ല. ഞാൻ കുറ്റം പറയല്ല, പഠിക്കണം. എന്നൊരു ഉസ്താദിനോട് സംസാരിക്കരുത്, മുതിർന്നോട് സംസാരിക്കരുത്. അതിനാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. അത് കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക്. അങ്ങനെ ഉണർത്താൻ ഒരാളുണ്ടായിട്ടുണ്ടാവില്ല. തസ്കിയത്തോടുകൂടെ മണവള്ളിയിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി, സ്ഥാപനമൊക്കെ പണി നിർത്തി. അങ്ങനെ നമ്മുടെ ഇർഫാനിയെല്ലാം പറഞ്ഞിട്ട് അവരൊരു സമ്മേളനം വെക്കണം, നമ്മൾ എഴുതി തരാൻ പറഞ്ഞതിന് ജില്ലാ സമ്മേളനത്തിനൊക്കെ അവർ എഴുതി തന്നു. ആ സമ്മേളനം നടന്നതിന് ശേഷവും ഇനി ഒരൊറ്റ കൊല്ലം കൊണ്ട് 15,000 സ്ക്വയർ ഫീറ്റ് ഞാൻ വാങ്ങും. ഇന്നും എൻ്റെ കൽവിൽ എപ്പോഴും ഏത് പാതരായി ഞാൻ കൈവർത്തുമ്പോൾ എൻ്റെ വിശ്വാസം കൊണ്ട് ആ ഹിദമത്താണ് അന്ന് അങ്ങനെ എത്തിച്ചെന്നാണ്. ഇതിന് ഒട്ടും കലർപ്പുമില്ല എൻ്റെ മക്കളെ. ആ ഹിദമത്ത് എനിക്ക് ഏതാണ്ട് 75,000 രൂപ ചിലവാക്കിയിട്ടുണ്ട്. റബ്ബേ, ഇതൊന്നും കളയല്ല റബ്ബേ, ഒരു സന്തോഷം ഷെയർ ചെയ്യുന്നില്ല. ഇമാം വരാൻ വേണ്ടി ഞാൻ ആ ഒരു സന്തോഷം ഷെയർ ചെയ്യണം. എനിക്ക് അന്ന് ചിലവ് 75,000 രൂപയുണ്ട്. അന്ന് സത്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇവരൊന്ന് പറഞ്ഞ് ഇതിന്റെ പിറ്റേ തൊട്ട് പണി നടന്നു നോക്കണേ. അതുകൊണ്ട് എന്ത് മുറാദുണ്ടെങ്കിലും നമ്മുടെ നേതാക്കളുടെ ആജ്ഞാനുസരണം, നമ്മുടെ മശായിഖന്മാരുടെ ആജ്ഞാനുസരണം നാം പ്രവർത്തിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ ഇഹ്യാഇന് വേണ്ടി ഇപ്പൊ തന്നെ ഈ വിഷയം എടുത്തിരിക്കുന്ന തഹജ്ജുദ്, ആ വിഷയമൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഈ വിഷയം ചിന്തിച്ചത്. ആണോ തോഫീക്ക്? ആണോ? അല്ല. അപ്പൊ നമ്മളെ ഈ രൂപത്തിലേക്ക് പെട്ടെന്ന് ചാടിക്കഴിഞ്ഞു. ഒരു ചെറിയ കച്ചവടം ചെയ്തു 10,000 രൂപയുടെ ഒരു ദിവസം പെട്ടെന്ന് 10 ലക്ഷം രൂപയുടെ കച്ചവടം ചെയ്തെന്ന് ഒരാൾ പറയുന്നത് പോലെയാണ് CT കമ്മിറ്റി തഹജ്ജുദ് വന്നിരിക്കുന്നത്.
സ്റ്റേറ്റ് മറ്റേ നമുക്ക് തഹജ്ജുദ് വന്നിരിക്കുന്നത് ഈ രൂപത്തിലേക്ക് ഒരു ഹാദിമ് SSF-കാരൻ വന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒരു സംഭവം വരുന്നുണ്ട്, എന്നാലും നിങ്ങളെ ഈമാൻ കൂടുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അബൂ അബ്ദുല്ലാഹ് ഇബ്നുൽ ജലാൽ റളിയല്ലാഹു പേര് ചോദിച്ചു. അബൂ അബ്ദുല്ലാഹ് ഇബ്നുൽ ജലാൽ റളിയല്ലാഹു എന്ന് പറയുന്നു. അബൂ അബ്ദുല്ലാഹ് ഇബ്നുൽ ജലാൽ ഇതൊക്കെ ക്ലാസ്സുകളിൽ എടുക്കാം, ക്ലാസ്സുകളിൽ പറയാം, സ്വന്തമായി നമുക്കത് ഉൾക്കൊള്ളാം. അബൂ അബ്ദുല്ലാഹ് ഇബ്നുൽ ജലാൽ പരിപാടിക്കട്ടെ. മഹാൻ പറയുന്നു, ഒരു SSF-കാരനുടെ ഏറ്റവും വലിയ, നമുക്ക് ഈ നിലത്തൊരു SSF-കാരനാണ് അല്ലാഹു തൗഫീഖ്. മഹാനവറുകൾ പറയുന്നു, എൻ്റെ ഉമ്മ ഒരു ദിവസം പറഞ്ഞു, വാപ്പയോട് പറഞ്ഞു, എനിക്ക് നല്ല മീൻ വേണം. അപ്പം റെഡിയായി മാർക്കറ്റിലേക്ക് പോയി. മത്സ്യമെല്ലാം നല്ല മത്സ്യമെല്ലാം കുറെ അധികം ശേഖരിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരൊരു വലിയ ആലിമീങ്ങളും വലിയ സമ്പന്നരുമായപ്പോൾ നിന്ന് ഖിദ്മത്തിനൊരു ആള് വേണമല്ല. ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഒരു കുട്ടി അടുത്ത് നിൽപ്പുണ്ട്. ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ചോദിച്ചു, എന്തെങ്കിലും ഖിദ്മത്തിന് ആരെങ്കിലും വേണോന്ന് ചോദിച്ചു. ഇടയ്ക്ക് ഞാൻ പറയട്ടെ, എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. ഗൾഫിൽ നിന്ന് വന്നു 6 മാസം നിൽക്കുമ്പോൾ നാട് തട്ടി നടക്കരുത്, ഒരു ജോലിയില്ലെങ്കിൽ വെറുതെ നടക്കരുത്. എൻ്റെ അയൽവാസികളായി ഞാൻ കുന്നംകുളത്ത് താമസിക്കുമ്പോൾ പലരും വന്ന് അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഓട്ടോറിക്ഷ എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ സംഭവം എന്താണെന്നറിയാം, അവസാനം കൃഷിക്ക് പോകും, വിറക് കീറും, 5 ഒക്കത്തും പള്ളിയിൽ വന്ന് നിസ്കരിക്കും, പിന്നെ ഗൾഫിലേക്ക് പോകും. ആ ഒരു സിസ്റ്റം ഒക്കെ എടുത്തു. നമ്മളുടെ ആശയവിനിമയം നടത്തുന്ന ഒരു കൂട്ടരായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ നോക്കി ഗൾഫിൽ നിന്ന് വന്നാൽ 2 ദിവസം വീട്ടിലേക്ക് 3-ന് ഓട്ടോറിക്ഷ എടുത്ത് ഓടാൻ അല്ലെ കാറെടുത്ത് ഓടാൻ തുടങ്ങും, അല്ലെങ്കിൽ വിറക് കയറാൻ പോകും. എൻ്റെ വീട് പെയിന്റ് അടിച്ചതൊക്കെ ഗൾഫുകാരാണ്. അപ്പോൾ ഒരു ജോലി പറഞ്ഞിരിക്കുന്നത്, എന്ത് കിട്ടുന്ന ജോലിയും ചെയ്യാൻ മാനസികമായിട്ട് നാം തയ്യാറാവും. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, ഖിദ്മത്തിന് ആൾ വേണമെന്ന് ചോദിച്ചു. ആരോടാ ചോദിച്ചത്? ആരോടാണ്? ഞങ്ങളോടും വാപ്പയോടും ചോദിച്ചു, വേണം എന്ന് പറഞ്ഞു. അങ്ങനെ മത്സ്യമെടുത്തു കൊണ്ടുപോയി. പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു, ബാങ്ക് വിളിക്കുന്നു, ഇദ്ദേഹം ബാങ്ക് കേട്ടു. ബാങ്ക് കേട്ടപ്പോൾ കുട്ടിയുടെ മുഖമൊക്കെ മാറി. പിന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ നിസ്കരിച്ചിട്ടേ വരുവുള്ളൂ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ സാനിയിരിക്കുന്നു, സുലാം പാടിക്കും, താഴത്തേക്ക് വെച്ച് 30 പള്ളിയിലേക്ക് കയറിപ്പോയി. ആരുപോയി? ഈ കുട്ടി പള്ളിയിലേക്ക് കയറിപ്പോയി. ഓരോ SSF-കാരനും പഠിക്കേണ്ട പകർത്തേണ്ട ഒരു സ്വഭാവമാണ് ഞാൻ പറയുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പയും മകനും കൂടി മുഖത്തോട് മുഖം നോക്കി. എന്നിട്ട് പറഞ്ഞു, ഈ വാപ്പയും മകൻ നോക്കിയിട്ട് പറഞ്ഞു, അറിയാവുന്ന എഴുതിക്കോ, നാം ഈ നിലക്കൊരു ക്ലാസ് കഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പകർത്തിയെടുക്കണമെങ്കിൽ ഒന്നും അറിയാത്ത വന്നിട്ട് 10 ആയത് നമ്മളെ വിറവറപ്പിക്കാറുണ്ട്. ഒന്നും അറിയില്ലായിരുന്നു. ഇനി നമ്മളൊന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്തെങ്കിലുമൊക്കെ എഴുതി നോക്കട്ടെ. പിന്നെ അടുത്ത ആളുകളൊക്കെ ചോദിച്ചാലോട് ചോദിച്ചിട്ട് തിരിക്കാൻ മതി. ശ്രദ്ധിക്കും മക്കളെ. അപ്പൊ കുട്ടി അങ്ങോട്ട് പോയെങ്കിൽ പിന്നെ അള്ളാഹുവോട് തവക്കുലാക്കാൻ ഈ ഇതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പള്ളിയിൽ കയറാൻ ഏറ്റവും കൂടുതൽ അർഹരാണ് ഈ പണ്ഡിതൻ കഴിവുള്ളവരുമായി ഇവരല്ലേ. ഇവരും പള്ളിയിലേക്ക് കയറി. പള്ളി കഴിഞ്ഞു വന്ന് കുട്ടിയുടെ സുന്നത്ത് നിസ്കാരം മുമ്പ് നിസ്കരിച്ച്, ഫർദ് നിസ്കരിച്ച്, പിന്നെ സുന്നത്തെ നിസ്കരിച്ച് ഓടി വന്ന് ഇവിടെ നമുക്ക് മീനുണ്ട്, മീനെടുത്ത്. അപ്പൊ ഇവരും വന്നു. അങ്ങനെ വീട്ടിലെത്തി. അപ്പൊ പൈസ കൊടുത്ത് വിടാൻ നേരത്ത് വാപ്പ ഓടിച്ചെന്നിട്ട് ഇതൊക്കെ നാം ഷെയർ ചെയ്യണം. ഉമ്മയോട് ഭാര്യയോട് പറഞ്ഞ്, നമ്മൾ ഇത്ര എഴുതൊക്കെ പഠിച്ചു, നമ്മുടെ മക്കളാണെങ്കിൽ കാലം ശ്രദ്ധിക്കൂ. ആ കുട്ടി ഒരു ജോലിക്ക് വന്നതാണ്. എന്നിട്ട് അവൻ്റെ സ്വഭാവം ഇതാണ്. അവൻ ഈ രൂപത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. അവൻ എവിടെ നിന്ന് ഇത്രയും വലിയ അറിവ് പഠിച്ചെന്ന് അറിയില്ല. ഉമ്മ പറഞ്ഞു, ഇതിനെ പറ്റില്ല, ഞാൻ പെട്ടെന്ന് ഭക്ഷണം ചെയ്തേക്കാം, ഇച്ചിരി കൊടുത്തു പോലെ അവർക്ക് വർക്കത്തായിരിക്കും, ഇങ്ങനത്തെ ഒരാളെ കിട്ടുകയില്ല. ഓടി വാപ്പ എപ്പുറത്ത് വന്നു.
അപ്പൊ എങ്ങനെയെങ്കിലും കൂലി വാങ്ങിപ്പോയിട്ട് അടുത്ത പണി നടക്കാൻ വേണ്ടി മുമ്പിരിക്കുന്നത്. പിന്നെ സെസ്സുകാരനല്ലേ, വെറുതെ ഇരിക്കേണ്ട ആളല്ല, അവൻ അടുത്ത പണി നോക്കണം. അപ്പൊ എനിക്ക് പോണം വേണ്ടി ഇല്ല, നീ ഭക്ഷണം കഴിക്കണം. അല്ല സ്വായിമൻ നോമ്പട്ടു. മുഹറമിന്റെ 2 നോമ്പ് പിടിച്ചെടുക്കൊന്ന് കൈവയ്ക്കാൻ 3 നോമ്പ് മാസത്തിൽ മുടങ്ങാതെ നോക്കിയാൽ അത് റസൂലുള്ളാഹിന്റെ ചര്യയാണ്. ആത്മീയമായി നാം ഒരു ചര്യയുള്ള ഒരാളായിത്തീരുന്നാൽ ഒരാൾക്കും നമ്മുടെ നേരിടാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുള്ള ഒരു ഇസ്ലാമിലേക്ക് ഒരു കുഞ്ഞുമക്കളെ ദിവസത്തിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് അള്ളാഹു തൗഫീഖ് ചെയ്ത്. എന്നാലും അള്ളാഹുക്ക് ഒരു ഭാഗ്യം തന്നു. എൻ്റെ ഈ ചികിത്സയുടെ രംഗം കൊണ്ട് 50 ആളെ ഇസ്ലാമാക്കാൻ എനിക്ക് പറ്റി. 50 ആളെ ഇസ്ലാമാക്കാൻ പറ്റി. ഒരാൾ വന്ന് സംസാരിച്ചാൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ സംസ്ഥയെ പറ്റി പറയാത്ത ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ കണ്ടുപോയിട്ടില്ല. ഒരു ദിവസവും ആ പ്രസ്ഥാനത്തിനെ പറ്റി, ഹിന്ദുസ്ഥാനെ പറ്റി, പന്മുളസ്ഥാനെ പറ്റി, തകർപ്പാനെ പറ്റി പറയാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ സ്വാധീനം നോക്കട്ടെ. അപ്പോൾ ഒരു ചില സമയത്ത് എത്ര വലിയ ആളും ചെറിയ ആളാവും ഓടി വീട്ടിൻ്റെ അകത്തേക്ക് പറഞ്ഞ് എനിക്കങ്ങനെ നിൽക്കുന്ന സ്വഭാവമൊന്നുമില്ല, എൻ്റെ ആൾക്ക് അടുത്ത പണിയുണ്ട് എന്നുമാവട്ടെ. ഈ മഹാന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ കുട്ടി പോയത് എങ്ങോട്ടാണ്? ഈ ഇവിടെ വീട്ടിലേക്കല്ല. ഇവരോട് ദൈവം ചെയ്തിട്ട് ഒന്നും ചെയ്യാനില്ല. നേരെ മറിച്ച് പള്ളിയിലേക്ക് വന്നാൽ പള്ളിയിൽ ഒരാൾ ഒതു കൊടുക്കുമ്പോൾ ആ കുറവ് പറഞ്ഞു കൊടുക്കാം. പള്ളിയിൽ ഒരാൾ ഒതു കൊടുക്കുമ്പോൾ ആ കുറവ് പറഞ്ഞു കൊടുക്കാം. എങ്ങനെ പറഞ്ഞു കൊടുക്കണം? മഹാനായ ഹസൻ ഹുസൈൻ 2 പേരും മദീനത്തെ പള്ളിയിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ആൾ ഒന്ന് ഒതു കൊടുത്ത് അവർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കുമ്പോൾ ഈ ഒതു തെറ്റാണ്, ഈ ഒതു തെറ്റാണ്. അപ്പൊ ബുദ്ധിമാന്മാരിൽ വലിയ ബുദ്ധിമാന്മാരാണല്ല അവർ. അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ തങ്ങന്മാരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വാക്കിൽ, അവരെത്ര ഫക്കീറന്മാരെങ്കിൽ അവരുടെ പവറിൽ ഒരു വല്ലാത്ത അത്ഭുതം ഉണ്ടാകും. അത് അഹ്ലു ബൈത്തിന്റെ പവറാണ്. അഹ്ലു ബൈത്ത് എത്ര ഏതാവട്ടെ, എത്ര ഏത് നടക്കല്ല, എങ്ങനെ നടക്കുന്ന തങ്ങളാണെങ്കിലും ബന്ധപ്പെട്ട നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. അതൊരു പവറാണ്. അപ്പൊ ഇവർ 2 പേരും ഇരിക്കുമ്പോൾ അല്ല, ഇവൻ പറഞ്ഞു എനിക്ക് ഒതു കൊടുക്കാൻ പാടില്ലെന്ന് ഇക്കാക്ക പറഞ്ഞു. ഇക്കാക്ക ആരാണ്? ഹസൻ റളിയല്ലാഹു അൻഹു. അതിന്റെ ഇളയതാണ് ആര്? ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പൊ പറഞ്ഞു ഇവനാണ് ഒതു കൊടുക്കാൻ അറിയാൻ പാടില്ല, അതുകൊണ്ട് പാടി ഞങ്ങൾ ഒതു കൊടുക്കാം. ശരിയായ ഒതു ഏതാണെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം ഹസൻ റളിയല്ലാഹു അൻഹു നന്നായി ഒതു ചെയ്ത്. അപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഒതുവാണ് പോലെ വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മ എൻ്റെ ഒതു നോക്കി, എന്നിട്ട് എൻ്റെ ഒതുവിനെ കുറ്റം പറഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒതു കൊടുത്തേ, നല്ല ഒതുവാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 2 ഒതു കൊടുത്തു. ഇനി എൻ്റെ അമ്മ ഒതു കൊടുത്തേ. പിന്നെ 3ാമത്തെ ഒതു ആരുടെ ഒതു ശരിയായി? ഈ പ്രായമുള്ള ആളുടെ ഒതു ശരി. ഇവിടെ വല്ല കുഴപ്പമുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് മുലന്ന് കടുവിട്ടിട്ടില്ല, ഇപ്പോഴും എന്നെ പഠിപ്പിക്കാൻ പോകുന്ന മുറയുടെ പ്രശ്നം ഉണ്ടായാലേ. SSFകാരൻ ശരിക്കേണ്ട ഗുണം അതാണ്. പെട്ടെന്ന് പോയൊരു നാട്ടിൽ പറഞ്ഞൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ തന്ത്രമുണ്ടെങ്കിൽ നമുക്ക് പറ്റും, നമുക്ക് സാധിക്കും. ഏതുമാവട്ടെ കുട്ടി പള്ളിയിലേക്ക് പോയി, അവിടെ ഇബാദത്ത് ചെയ്തു, നോമ്പ് തുറന്നു, പിന്നെ വന്നു, ഭക്ഷണം കഴിച്ചു. അങ്ങനെ കുറച്ച് നോക്കുമ്പോൾ ഇവരെല്ലാ ഹിമ്മത്തിലുള്ള സൗകര്യമൊന്നും കുട്ടികളെ വിട്ടില്ല. അടുത്ത വീട്ടിൽ വിറവാദം പിടിച്ച, ശക്തിയായ വാദം പിടിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ വീട്ടുകാരെ നോക്കുമ്പോൾ ഈ പെണ്ണ് നടന്നു കൊണ്ടുവന്നു. നിനക്കാർ ഇത്ര പെട്ടെന്നൊരു ചികിത്സ എവിടെ നിന്ന് കിട്ടി? ഇത്ര വലിയൊരു ചികിത്സ പെട്ടെന്ന് രോഗം ചുപ്പായത് എങ്ങനെയാണ്? അപ്പോൾ ഈ ഇവർ പറഞ്ഞു, ഇന്നലെ ഇവിടെ ഒരു അതിഥി വന്നില്ലേ, ഞാൻ വീട്ടിൽ നിന്ന് കണ്ടു. മറ്റ് അതിഥികൾ വരുന്ന പോലെ പട്ടി വന്നാലും പൂച്ച വന്നാലും അറിയാമെന്നാണ്. ഒരു വീട്ടിലേക്ക്, ഒരു സദസ്സിലേക്ക് പട്ടി വന്നാലും അറിയാം, പിന്നെ പൂച്ച വന്നാലും അറിയാം. ഒരാളോടുള്ള സംസ്കാരം അവന്റെ ഇടപെടലാണ്. ആര് വന്നാലും അറിയാം. ആ അതിഥിയുടെ ഞാൻ അല്ലാഹുവോട് ആരെന്നും യാ റബ്ബ് എഴുതി ബിഹുർമത്തി ളൈഫിനാ യാ റബ്ബ് ബിഹുർമത്തി ളൈഫിനാ അൻ തുആഫിയനി യാ റബ്ബ് ബിഹുർമത്തി ളൈഫിനാ അൻ തുആഫിയനി അൻ തുആഫിയനി. ഈ സുഖമില്ലാത്ത സ്ത്രീ പറയുന്നു, ഇന്നലത്തെ അതിഥിയുടെ പ്രത്യേകത കണ്ടപ്പോൾ ഞാൻ റബ്ബിനോട് ദ്വാരുന്നു, യാ റബ്ബിനാദാ,
ഈ അതിഥിയുടെ ബറക്കത്ത് കൊണ്ട് എനിക്ക് സുഖം നൽകണേ എന്ന് കൊണ്ടു ഞാൻ എഴുന്നേറ്റങ്ങ്. അപ്പൊ ഓടി, എല്ലാവരും ഓടി. റൂമിൽ അടച്ചിട്ട റൂമിൽ ചെന്ന് നോക്കുമ്പോൾ വെളിയങ്കോട് ഉമർഖാദികളെ പറ്റി പറഞ്ഞിട്ടില്ലേ? ബ്രിട്ടീഷുകാർ അടച്ചിട്ടു ചാവക്കാട്. നോക്കുമ്പോ എവിടെ ഉണ്ടായിരുന്നു? എവിടെയുണ്ട്? വെളിയങ്കോട്ടം പള്ളിയിൽ ഉമർഖാദികൾ നിൽക്കുന്നത്. കൂട്ടിയിട്ടിരിക്കുന്നത് എവിടെയാണ്? ചാവക്കാട്. ചാവക്കാട് കൂട്ടിയിട്ട് ആടെ എവിടെ നിൽക്കുന്നത്? വെളിയങ്കോട് പള്ളിയിൽ. ചെന്ന് നോക്കുമ്പോ ഈ ആളെ കാണാനില്ല. അപ്പൊ പറഞ്ഞു, പാപ്പ പറഞ്ഞു, ഫമിൻഹും സഗീർ വമിൻഹും കബീർ. തഹജ്ജുദ് നിസ്കരിക്കുന്നതിൽ, എസ്എസ്എഫിൽ പ്രവർത്തിക്കുന്നതിൽ, റബ്ബിന്റെ വിലായത്ത് കിട്ടുന്നതിൽ ഫമിൻഹും സഗീർ, അവർ ചെറിയവരുണ്ട്, വമിൻഹും കബീർ, അവർ വലിയവരുണ്ട്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ എസ്എസ്എഫിന്റെ പ്രവർത്തകരെ, ഈ ഒരു ഹുർമത്ത് നമുക്ക് വേണം. നമ്മളെ കൊണ്ടൊരാൾ വേണമെന്നാൽ നമ്മൾ പുറത്തൊന്നും കാണിക്കേണ്ട. നമ്മുടെ സിറ് പരിശുദ്ധമാണെങ്കിൽ ഉറപ്പായിട്ടതിന് മാറ്റം വരും. അതിന് 100 അനുഭവം ഉണ്ട് മക്കളെ. നമ്മൾ വലിയ ആളൊന്നും ആവണ്ട, നമ്മൾ വലിയ ആളൊന്നും ആവണ്ട. ഇല്ലാതെ തന്നെ ഓരോ ഹാദിമീങ്ങളും അവന്റെ ദീനിയായ പ്രവർത്തനം ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ന് തൊട്ട് എഴുതി വെക്ക്. ആവശ്യമില്ലാതെ കണ്ട് ധിക്കാരമായാണ് നമ്മളോട് ഒരാൾ മുആനിദാകുന്നതെങ്കിൽ ഒന്നെങ്കിൽ അവന്റെ ഈമാൻ അല്ലാഹു അടിവേരർത്തുകളയും, അതല്ലെങ്കിൽ അവൻ നിലംപലിശായിരിക്കും. ആവശ്യമില്ലാതെ കണ്ടാണ് ഈ എസ്എസ്എഫുകാരനെ, ഈ ദീനിന്റെ ഹാദിമിനെ ഇവർ എതിർക്കുന്നെങ്കിൽ ആദ്യം വരുന്നത് ഈമാന്റെ അടിവേര് അല്ലാഹു തആല അറുത്തുകളയും. അതല്ല ഇവൻ മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ഇവനൊക്കെ ഇങ്ങനെ കാണിക്കട്ടെ, ഇവർക്ക് ഹിദായത്ത് കിട്ടുമെന്ന് കൽവിൽ വെക്കുന്ന നല്ലവരാണെങ്കിൽ ആപത്തുകൊണ്ട് അല്ലാഹു അവനെ പൊതിഞ്ഞു കളയും. ഓരോരുത്തരും വേറെ ആ ദാരിദ്ര്യത്തിലേക്ക് നോക്കണ്ട, ഓരോരുത്തരും നിങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് നോക്കിക്കോ. ഇത് പൊരുത്തക്കേട് കിട്ടാൻ വേണ്ടിയല്ല, നമ്മുടെ പ്രവർത്തനത്തിന്റെ ബറക്കത്ത് അല്ലാഹു സ്വീകരിച്ചു. അതല്ലേ സ്വാലിഹീങ്ങളുടെ സ്വഭാവം. മഹാനായ ശരീഅത്തുൽ വലിയ മഹാനാണ്. സക്കത്തി എന്ന് പറഞ്ഞാൽ വിവാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരുന്നു. ഒരു മാതൃനാരായണത്തിന്റെ ചുവട്ടിലായിരിക്കണത്. അതിങ്ങനെ മുപ്പരോടെ ഇരുന്നപ്പോൾ വല്ലാതെ തരച്ചു. ഈ ചന്ദ്രൂർ ഞാൻ താമസിക്കുമ്പോൾ ഉണങ്ങിയ തെങ്ങുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്നൊക്കെ ഉറാതിയില്ലെന്ന കാലമാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ 40 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൽ ഇങ്ങനെ തേങ്ങ പിടിക്കാൻ തുടങ്ങി. പിന്നെ നോക്കുമ്പോൾ അടുത്തുള്ള എല്ലാ തെങ്ങും പിടിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്താണ് ഞാൻ കിതാബിൽ വായിച്ചത്. അപ്പൊ വിവാദത്തിലേക്ക് ഇറങ്ങിയ ഒരു സമയവും. അപ്പൊ ഉണങ്ങി എന്ന് വെട്ടാനിരുന്ന തെങ്ങിൽ വരെ എന്ത് പിടിക്കുന്നു? ഈ ദിക്റിന്റെ ശബ്ദം കൊണ്ട് എന്ത് മാറ്റം വരും? കായ്ക്കും, മാറ്റം വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ശരീരസുഖത്തിൽ ദിക്റില്ലാതെ മാതളത്തിൽ ഒത്തിരി മാതളം എടുത്ത് അങ്ങനെ എടുത്ത് കഴിക്കും. സിറ്റത്തെ വീഴുന്ന സാധനം കഴിക്കുന്ന ആളാണ്. ബാക്കി വിൽക്കും. വലിയ മഹാനാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് എൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ഒത്തിരി പറയാണ്ട് അല്ലാഹു പിന്നീട് ക്ലാസ്സുകളിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി വെക്കണം, ആലക്കം വെക്കണം, എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ പ്രശ്നം, അങ്ങനെ ശരീരസുഖത്തിൽ ഒരു ദിവസം ഒരു അടിമയെ കണ്ടു. നല്ല കാണാൻ കൊള്ളാവുന്ന പണ്ടയുടെയുള്ള ആരോഗ്യമുള്ള ഒരു പെണ്ണ്. അത് ചുടാനൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കണം. ഒരു പെണ്ണിന്റെ ഗുണങ്ങൾ വെളുത്ത പെണ്ണിനെ ആരും നോക്കില്ല. കറുത്ത പെണ്ണാകുമ്പോൾ എന്തിനും പറ്റുകൊണ്ട് ആർക്കേ വിലയുള്ളേ. കറുത്ത പെണ്ണിന് വെളുത്ത പെണ്ണിനൊക്കെ ഈ വെറുതെ അവർക്ക് അതിൻ്റെതായ ആരോഗ്യം ഉണ്ടാവില്ലെന്ന്. അങ്ങനെ പെണ്ണ് വന്നു, ജോലിയെല്ലാം എടുത്തു. രാത്രി നോക്കുമ്പോൾ അവളുടെ മുന്നിൽ ഇട്ട് കണ്ടുള്ള വിഭാഗത്തിൽ നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന എല്ലാം ഓരോ സങ്കട പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ട ഗുണങ്ങളാണ്. നിനക്കെന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിന്റെ പൊരുത്തം എനിക്ക് തരണേ എന്ന് ദ്വാരക്കാൻ തുടങ്ങി. നിനക്കെന്നോടുള്ള ഇഷ്ടം നിനക്ക് എന്ത് പറ്റിപ്പോയി? അള്ളാഹ് നിന്നെ സ്നേഹിക്കുന്നു എന്നാണ്. എല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ട് തുടങ്ങി. അതെ, അള്ളാഹ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ ഇതുപോലെ എൻ്റെ റൂമിന്റെ ഭാഗത്ത് വന്ന് നിൽക്കാനും എനിക്ക് റബ്ബിനെ നിസ്കരിക്കാനും തൗഫീഖ് ചെയ്തെങ്കിൽ, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാനും തൗഫീഖ് ചെയ്തെങ്കിൽ അള്ളാഹ് എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ? മനസ്സിലാക്കിക്കോ മക്കളെ. എത്രയോ യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതുപോലെ ഒരു ഉസ്താദിന്റെ മുമ്പിൽ ഒരു സംഘടനയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ എത്ര പേർക്ക് തൗഫീഖ് കിട്ടിയത്? റബ്ബ് നമ്മളെ ഇഷ്ടപ്പെട്ടു. അല്ലാഹു ഇഷ്ടം നമുക്ക് നൽകട്ടെ. അതിന്റെ ഈമാൻ അല്ലാഹു നൽകട്ടെ. അതിന്റെ വില നമ്മുടെ മനസ്സിൽ അല്ലാഹു ഊട്ടി ഉറപ്പിക്കട്ടെ. അപ്പൊ ഈ വലിയ ഈമാൻ നമുക്കുണ്ടാകും. പ്രവർത്തകന് ഈ ഗുണമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തിനാ പേടിക്കാൻ? നമ്മൾ അല്ലാഹുവിനെ പഠിക്കുക.
അള്ളാഹുവിന്റെ ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കുക. ഇടക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അള്ളാഹു നല്ല ഒരു സംഘടനാ പ്രവർത്തകനായി നല്ല രൂപത്തിൽ ഈ വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞാണ്, നബിയെ പുറപ്പെട്ട് പോയിട്ട് കിടക്കണ്ട, എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ അകത്ത് തുടക്കം തന്നെ പറയുന്ന മഖാമും മഹ്മൂദ്, ഞാൻ ലാസ്റ്റാണ് അത് എഴുതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഖാമും മഹ്മൂദ് ഉർസുഖനാ ശഫാഅത്തുഹു യൗമുൽ ഖിയാമത്ത് നമ്മൾ പറയുന്നില്ലേ, അല്ലാഹുവിനെ മഖാമും മഹ്മൂദ് കൊടുക്കണം. ലോകത്ത് ആർക്കും കൊടുക്കാത്ത ഒരു സ്ഥാനം കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല ചെയ്ത ഒരു പണിയാണത്. ഈ അടുത്ത് ഞാൻ നെറ്റിൽ ഒരു സംഭവം കണ്ടു. ഒരു മുളക് പോലത്തെ ഒരു കമ്പി കൊണ്ടുവന്ന് ഒരാൾ വെച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി. അതിനുശേഷം ഒരാളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോയി, എന്നിട്ട് വലത്തേക്കാൽ ഇങ്ങനെ ആട്ടി, ഇടത്തേക്കാലാട്ടി താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇതെടുത്തു ഇങ്ങനെ കുലുക്കി കാണിച്ചു. നമുക്ക് സാധിക്കും, പ്രാക്ടീസ് കൊണ്ട് അത് സാധിക്കും. നമുക്ക് തെറ്റിയിട്ടാണെങ്കിൽ നമ്മൾ കോഴിയുടെ കണ്ണ് കൂർക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടം പറഞ്ഞാൽ നമുക്കത് കിട്ടുമ്പോഴും നമ്മുടെ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മൾ വേറെ ഒരിടത്തേക്ക് പോയിരുന്നാൽ മതി, നമുക്ക് ഇതുകൊണ്ടൊക്കെ ഗുണമുണ്ടാകും. ഏത് കാലത്തും നമ്മൾ ദൈവം ചെയ്യുമ്പോൾ അതെല്ലാം നമുക്ക് ആവശ്യമാണ്. എൻ്റെ അനുജൻ പൊതിയിരുന്ന സ്ഥലത്ത് നിന്ന് ഷെയ്ഖ് അനുജനോട് ദർശിന്ന് പോകാൻ പറഞ്ഞു. സംഭവം എന്താണെന്നറിയോ, ചന്ദ്രിക പത്രം വാങ്ങി വായിച്ചു, പുറത്താക്കി. ഞാൻ ചോദിച്ചു പറഞ്ഞു, അവൻ പത്രം വായിക്കടാന്ന് പറഞ്ഞു, പുസ്തകത്തെ ഒപ്പേ. പിന്നെന്താ കേസ്, അവൻ സൈക്കിളിൽ വിട്ടാൻ വിളിക്കാൻ പോയത്. അപ്പൊ ഏറ്റവും ദർശിന്ന് പുറത്താക്കാനുള്ള കാരണം എന്താണ്? സൈക്കിളിൽ വിട്ടാൽ. ഇന്നിപ്പോ ഞാനല്ല ഇവിടെ പറയുന്ന അറിയോ, ആദ്യം തന്നെ പെൺകുട്ടികൾ വന്നാൽ പോലും ഞാൻ പ്രേരിപ്പിക്കുന്നു ഡ്രൈവിംഗ് ഓടിക്കാൻ പറയും. അങ്ങനത്തെ കാര്യമല്ല, വേറെ ആളത്തെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് പഠിക്കണം, പേപ്പർ എൻ്റെ വിദ്യാർത്ഥികളോട് എല്ലാവരോടും ഞാൻ പറയുന്നത് എന്താണ്, എല്ലാ ദിവസവും ഇംഗ്ലീഷ് പത്രം വായിക്കണം, അറബി എഴുതണം, ഇംഗ്ലീഷ് എഴുതണം, മലയാളം എഴുതണം, ഹെഡിങ് എങ്കിലും എഴുതി ആഴ്ചയിൽ കൊണ്ട് തന്നെ കാണിക്കണമെന്ന് പറയും. ഹിന്ദു പത്രം നിർബന്ധമായി വായിച്ചിരിക്കണം, എഡിറ്റോറിയൽ വായിച്ചിരിക്കണം. നമ്മൾ അങ്ങനെ. അപ്പൊ ദൈവത്തിന് ഓരോ കാര്യവും ഉണ്ട്. അന്ന് മൂപ്പര് പറയുന്ന ഒരു വാദമുണ്ട്, മുഹമ്മദ് ഉപ്പ ചായക്കട ചായ കുടിക്കും, കടയിൽ പോയി ചായ കുടിക്കുന്നവന് മാസം കണ്ട ഉറപ്പിക്കാൻ കൊണ്ടുവിടും. കടയിൽ പോയ ഒരാളെ ചായ കുടിച്ചിന്റെ മുറുപത്തി കടയാണെന്ന്. ഇന്ന് കടയിൽ നിന്ന് കുടിച്ചില്ലെങ്കിൽ ആ മുറുപത്തി കടി. അപ്പൊ ഓരോ കാലഘട്ടത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമും മഹ്മൂദ് കൊടുക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ റിഹേഴ്സൽ എന്തായിരുന്നു? തഹജ്ജുദ് നിസ്കരിക്കാൻ പറയലാണ്. അതാണ് ഞാൻ ഈ പറയുന്നതിന്റെ എല്ലാം അവസാനം വെറുതെ ഇതാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുക. അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം നേരത്തെ പറഞ്ഞില്ലേ, ഏതൊക്കെ സൂറത്താണ് ഓതുന്നത്? അൽ ബഖറ, ആല ഇംറാൻ, പിന്നെ നിസാ, പിന്നെ മാഇദ, ഇതെല്ലാം ഓതിക്കൊണ്ടുള്ള നിസ്കാരമായിരുന്നു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ പറയണം. ഒരു ജുസുക്ക്, ഒരു അൽ ബഖറ തീർത്തും ഒരു ഇമാമിന്റെ കീഴിൽ ഒരു ഇമാം ഓതുന്നു, അങ്ങനെ നിസ്കരിച്ചിട്ടുള്ളവർ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കഴിക്കും. അൽഹംദുലില്ലാഹ്. ഒരു 6 മണിക്കൂർ ഒരു ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടാ? ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മഹാനുണ്ട് സൗദി അറേബ്യയിൽ. നമ്മൾ ഓർക്കും നീയത്തില്ലെന്ന്. അവിടെ ഒരു മഹാനുണ്ട്, ഞാൻ പോയി കണ്ടിരുന്നു. ഇത്തവണത്തെ റമദാനിൽ 10 ഖത്തം തീർത്തു തറാവീഹ്. എപ്പോഴാ തീർന്നതെന്നറിയോ? തറാവീഹ് കഴിഞ്ഞ് ഒരു ഭക്ഷണം കഴിച്ച് ഒന്ന് പല്ല് കുത്താനുള്ള സമയം കിട്ടും. ഇതെല്ലാ സമയം കിട്ടുന്നുണ്ട്. ലോകത്തിന്റെ സൗദി അറേബ്യയുടെ വ്യത്യസ്ത നാടുകളിൽ നിന്ന്, ഭാഗങ്ങളിൽ നിന്ന് അവിടെയുള്ള ഹോട്ടലുകൾ നിറയെ ആബിദീങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും. ആബിദീങ്ങളെ കൊണ്ട്. അതിലേക്ക് കാലിങ്ങനെ താഴ്ത്തി വെച്ച് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. മുമ്പയുടെ മുമ്പിൽ എനിക്കൊട്ട് കാല് വെക്കാൻ. മുഖം കണ്ടാൽ പ്രകാശിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ താഴത്തിരുന്ന് മുമ്പോട്ട് കൊടുത്ത് 4 മണിക്കൂർ ക്ലാസ്സിലും ഇതെല്ലാം കൂടിയായിട്ട്. പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പിന്നെ ഒരാഴ്ച ഞാൻ കടന്നുപോയി. കാര്യം 3 ഓപ്പറേഷൻ ചെയ്താണ്. അങ്ങനെ കടന്നുപോയി. ഞാൻ പറയുന്ന വിഷയം അതല്ല. അള്ളാഹുവിനെ കളിക്കുന്ന മനുഷ്യന്മാർ ചെറുതും വലുതും ആണും പെണ്ണും. ഞാനൊരു പെണ്ണിനെ അടുത്ത് കണ്ടു. കഴുത്തിലൊരു തസ്ബീഹ്, കയ്യിലൊരു തസ്ബീഹ്. ഇത് 100 എത്തുമ്പോൾ നമ്മൾ 100 അത് 1000 ഓരോ 10 നിങ്ങൾക്ക് ചെല്ലി നമ്മൾ നേരത്തെ മനസ്സുകൊണ്ട് എത്രയായി ഒന്ന് കാണിക്കോ?
എത്രയായി? 10,000. അപ്പോൾ ഒരു ദശകം വലിക്കുന്നു. അപ്പോൾ 100 എത്രയാകും? 1000. അപ്പൊ ഈ കഴുത്തിൽ ഒരു ദശകം കൊണ്ട് വലിച്ചു. അപ്പൊ ഇത് 1,00,000 ദിക്റായിരുന്നു ഒരു ദിവസം. ഒരു ദിവസം 1,00,000 ദിക്റായിരുന്നു. അങ്ങനെ ഒരിച്ചുപോയത് ഞങ്ങളുടെ പാണാവള്ളി പള്ളിയുടെ വാതിക്കലുണ്ട്. അവിടെ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഈ ഉമ്മാക്ക് സലാം ചെല്ലൂലായിരുന്നു. ഇവിടെ ഏറ്റവും കൂടി അവിടെ പെണ്ണുങ്ങളില്ലാതെ കൊണ്ട് ആൺകുട്ടിയില്ലാത്തത് എന്നെ വളർത്തിയത് അവരാണ്. ഞാൻ സലാം ചെല്ലാൻ പോകൂല. ഞാൻ മനസ്സുകൊണ്ട് വഴക്കിടും. നിങ്ങളാരെങ്കിലും മനസ്സുകൊണ്ട് വഴക്കിടാറുണ്ടോ? സംസാരിക്കാറുണ്ടോ? ഒരു മുനാജാത്ത് നടത്തി പഠിക്കണം മക്കളെ. അള്ളാഹുമായി സംഭാഷണം നടത്തണം. റസൂലുള്ളാഹി തങ്ങളുമായി സംഭാഷണം നടത്തണം. അബ്ദുല്ലാഹ് ഷാത്രി തങ്ങളുമായി സംഭാഷണം നടത്തണം. ആണ്ടുമാസോട് കരീം ഉസ്താദുമായിട്ട് സംഭാഷണം നടത്തണം. എങ്ങനെ ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. ഞാൻ വാക്കുചിയായിട്ട് എല്ലാ ദിവസവും സംസാരിക്കും. ഞാൻ എല്ലാ ദിവസവും സുബൈ കഴിഞ്ഞിട്ടും കഴകത്തിൽ പോയിരുന്നു. ആ കഴകത്തിൽ തവാഫ് ചെയ്യുന്ന പോലെ ഞാൻ ചിന്തിച്ചിരുന്നു. ഇന്ന് സുബൈക്ക് ശേഷം ഞാൻ മദീനത്ത് പോയിരുന്നു. റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുന്നു. ഇന്ന് സുബൈക്ക് ശേഷം ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിരുന്നു. ഇതൊരു ഗ്രാമത്തായിട്ട് പറയരുത്, മറിച്ച് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക്. സാധിക്കൂലേ? ഇല്ലാത്ത ക്ലാസ് പറ്റിയിട്ടില്ലേ? പറ്റൂലേ? മാനസികമായി മാറണം. നമ്മൾ ആര് നോക്കിയാലും നമ്മൾ പാവപ്പെട്ടവരായി നടന്നാലും നമ്മുടെ മനസ്സിൽ നമ്മൾ കോടീശ്വരരായിരിക്കണം. എല്ലാ നിലക്കും പണം കൊണ്ടും പ്രതാപം കൊണ്ടും വിവാദത്ത് കൊണ്ടും നമ്മുടെ പേഴ്സണാലിറ്റി കൊണ്ടും എന്തിനു നേരിടാനുള്ള കഴിവുകൊണ്ടും നാം കോടീശ്വരനായിരിക്കണം മനസ്സിൽ. അതിനാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്, നെഞ്ചിന് വർത്തിയിരിക്കണം. നിങ്ങൾ ഈ പുസ്തകം കണ്ടിട്ടുണ്ട്. എത്ര വയസ്സുണ്ട്, ഏത് സ്പീഡിലാണ് ഒരു മനുഷ്യൻ നെഞ്ചു നിവർത്തി തല നേരെ പിടിച്ച് സ്പീഡിൽ നടന്നാൽ തന്നെ അവന് അഭിമാനബോധം ഉണ്ടാകും. എന്തും ചെയ്യാൻ താൻ പറ്റും. ഈ പുസ്തകം നിങ്ങൾ അറിയുന്നു കണ്ടിട്ടുണ്ട്. എപ്പോഴും ആക്ഷേപിച്ച് നെറ്റൊക്കെ കണ്ടു സ്ഥാനിങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് എത്ര ദിവസം ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയോ. പിന്നെ പുസ്തകം ആ നടത്തോളം ഫോട്ടോ കൊണ്ട് കാണുമ്പോൾ അൽഹംദുലില്ലാ തീർന്ന്. നമുക്ക് ആവേശമാണത് അല്ലേ? വല്ലാത്തൊരു ആവേശമാണ് ഇത്. ഈ ഗുണം SSF ഉണ്ടാവണം. പിന്നീട് നമ്മുടെ ഗുണങ്ങൾ ഭാഷ അല്ലേ? ആ നിലയ്ക്ക് മുമ്പ് നടക്കും. അള്ളാഹു നമ്മുടെ നേതാക്കൾക്കെല്ലാം രൂപത്ത് നൽകുമാറാവട്ടെ. സമയമായിട്ടില്ല. അപ്പോൾ നിർത്തുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഒത്തിരി നല്ല മനഃശാസ്ത്രമുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ കിട്ടാറുണ്ട്. എന്നിരുന്നാലും ഞാനിതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ദിവസം കൊണ്ട് ഈ ക്ലാസ് കൂടില്ല, ഒരു 10 ദിവസം കൊണ്ട് ഏറ്റവും വലിയ ക്ലാസ് അള്ളാഹു പറ്റുമ്പോൾ കൂടാനും അത് പ്രചരിപ്പിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആകയാൽ ഇജുമാഴ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് തഹജ്ജുദ്. ഇജുമാഴ് കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്താണ് തഹജ്ജുദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിരുന്നു, സ്വഹാബത്ത് നിസ്കരിച്ചിരുന്നു, താബിഈങ്ങൾ നിസ്കരിച്ചിരുന്നു. നാൾ വരെ ഇതുവരെയുള്ള മനുഷ്യരെല്ലാവരും നിസ്കരിച്ചിരുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണ് തഹജ്ജുദ്. ആ തഹജ്ജുദ് ഇങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയോടുകൂടെ റബ്ബിനെ അറിഞ്ഞ് മഅരിഫത്ത് കിട്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു. ആകയാൽ അള്ളാഹുവിൻ്റെ ദിക്ർ, ഫിക്ർ നമ്മളിതൊക്കെ വായിച്ചാൽ മാത്രം പോലെ. ഞാൻ പറഞ്ഞ ചെറിയ ചിന്ത ഞാൻ നീക്കിട്ട് തന്നു. ആദ്യമായി തുടങ്ങാവുന്നത് നമ്മൾ ശ്രദ്ധിക്കും. ദിക്ർ തുടങ്ങാൻ ഏറ്റവും നല്ലത് നമ്മൾ ശ്രദ്ധിക്കും മക്കളെ. നമ്മൾ ഒരു കാലം വെച്ച് അടുത്ത കാലം വെച്ച് നടക്കാൻ ശീലിക്കുക. ഇങ്ങനെ നടത്തം ഒന്ന് അടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കും മക്കളെ. അല്ലാഹ് ഒരാഴ്ച നാക്ക് കൊണ്ട് പറഞ്ഞ് ശീലിക്കുക. പിന്നീട് മരിക്കുന്നത് വരെ നാവ് കൊണ്ട് എടുക്കരുത്, കൽബ് കൊണ്ട് പറഞ്ഞ് നടക്കുക. ഇതാണ് ഞാൻ ധാരണയ്ക്ക് കുട്ടികൾക്ക് ആദ്യം കൊടുക്കുന്ന ക്ലാസ്. നിങ്ങൾക്കും വേണ്ട ഇതാണ്. അപ്പൊ ദിക്ർ ഫിക്ർ കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞാൽ അതിന് മശായിഖന്മാർ പഠിപ്പിക്കുന്നത് നടത്തത്തിൽ നിന്നും തുടങ്ങണം. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവില്ല. അവിടെ നിന്ന് തുടങ്ങണം. ദിക്റും ഫിക്റും അവനാണ് എവിടെ എത്തേണ്ടത്, തഹജ്ജുദിൽ എത്തേണ്ടത്. അങ്ങനെ ചെല്ലുമ്പോൾ അവൻ വിലായത്തിലെത്തിയിരിക്കും. അതാണ് മൗലാക്ക് ദിക്റുണ്ടെന്നുള്ളത്. ഈ ബൈത്തൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ വാപ്പി ഇങ്ങനെ കരഞ്ഞിട്ടേ പോയി തന്നിട്ടുള്ളത്. ജാഫി ഊത്തിൻ്റെ ഈ ബൈറ്റ് ചെല്ലും വേണ്ടേ? അതെ ബൈറ്റല്ലേ? അതെ ലക്കും ശുഗ്ലും ബിമൗലാക്കും
بذكري وشكر وتهجد بالقرآن. ഞാൻ ഓതിട്ടുണ്ട്. ഈ ഓതുമ്പോൾ കരച്ചിലുണ്ടാവും. അഥവാ തഹജ്ജുദിലേക്ക് എത്തുമ്പോൾ വിലായത്ത് കിട്ടിയിരിക്കണമെന്നാണ് പറയുന്നത്. ഖിയാമത്താണ് അള്ളാഹു നമ്മളെ പാഴാക്കുന്നത്. നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ട് ഉറപ്പാണ്. നമ്മുടെ കുടുംബത്തിലിരിക്കുന്ന ഈ സേവനം കൊണ്ട്, നമ്മുടെ ചെറിയ ഹിദ്മത്ത് കൊണ്ട് അള്ളാഹു മുമ്പ് കൊടുത്തതിനേക്കാൾ ഒരു നമുക്ക് കിട്ടും. അതിൻ്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അങ്ങനെ ഈ നിസ്കാരം സ്വാലിഹ്യങ്ങളുടെ പതിവാണ്. ഇതുകൊണ്ട് സുഖലാകുക. പലർക്കും പല രൂപങ്ങളുണ്ടെങ്കിലും നോക്കിയ മക്കളെ നോക്ക്, എന്നെ ഒന്ന് നോക്കിയാൽ അതിലും തഹജ്ജുദ് നിസ്കരിക്കാൻ എല്ലാവരും തയ്യാറായില്ലേ? എല്ലാവരും തയ്യാറായി? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തഹജ്ജുദ് നിസ്കാരം രാത്രി ഉറങ്ങിയതിന് ശേഷം ഉണർന്ന് സുന്നത്ത് നിസ്കരിക്കുന്നതാണ് തഹജ്ജുദ് നിസ്കാരം. അവിടെ ഇമാം ഗസാലി 7 രൂപത്തിൽ പറയുന്നുണ്ട്. അത് റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ചര്യ. നോക്ക്, റസൂലുള്ളാഹി പുറത്തിറങ്ങും, എഴുന്നേക്കും, പിന്നെ നിസ്കരിക്കും, ഉറക്കം വരുന്നു, പിന്നെ ഉറങ്ങും. നമ്മളുടെ ചര്യ എങ്ങനെയാണ്? എല്ലാം കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ? ഉറക്കം പറഞ്ഞോ? കറാഹത്താണ്. കാരണം എന്താണ്? നീ വരുന്നുണ്ട്, കറാഹത്തെ പറയുക, പേടിക്കണ്ട. ഒട്ടും ഉറങ്ങാത്ത മനുഷ്യന്മാരുണ്ട്. ഇനി രാത്രി മുഴുവൻ ഇബാദത്ത്, ഖുർആൻ ഓതുക, തഹജ്ജുദ് നിസ്കരിക്കുക, അതിനേക്കാൾ വലിയൊരു അമൽ പറയാവോ? എന്താ പോലെ? ഇൽമു പഠിക്കുക. ഇൽമു പഠിക്കുക അത് 100 റക്അത്തിനേക്കാൾ പുണ്യമുള്ളതാണ്. 1000 റക്അത്തിനേക്കാൾ പുണ്യമുള്ളതാണ് ഇബാദത്ത് പഠിക്കല്. ഒരു ആലിമിനെ നിങ്ങൾ ചെന്ന് നോക്കിക്കോ, കിതാബുമായിട്ട് പറയും, കിതാബുമായി പറയും. പക്ഷേ സുബഹിക്ക് മുമ്പ് കുറച്ച് സമയം ആ ഒരു രീതിയാണ് അതിൻ്റെ അവസാനത്തെ രൂപം, ഏറ്റവും ചെറിയ രൂപം. അതാണ് നമ്മളെല്ലാം ഇക്കാലത്ത് ശീലിച്ചിരിക്കുന്നത്. മുമ്പൊരിക്കൽ ഇടക്ക് വെച്ച് നിസ്കരിച്ച് കിടന്നുറങ്ങുമായിരുന്നു. പിന്നീട് അത് നമ്മുടെ ഭാരങ്ങളും പ്രശ്നങ്ങളും എല്ലാം വന്നപ്പോൾ ഇപ്പം 5 മണിക്ക് സുബഹിയെങ്കിൽ 4 മണിക്ക് എണീക്കും, കുളിച്ച് വൃത്തിയായി പെട്ടെന്ന് നിസ്കരിക്കും, ഇബാദത്ത് ചെയ്യും. അതിൻ്റെ ഒരു ചെറിയ ക്രമം നന്നായി ഞാൻ എൻ്റെ തെളിയിട്ടുണ്ട്. നോക്ക്, അല്ലാഹു തആല പറയുന്നു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി, നബിയേ താങ്കൾ രാത്രിയിൽ ഖുർആൻ ഓതി തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. തഹജ്ജുദ് നിത്യമാക്കിയവർ കാരണഭേദമില്ലാതെ ഒഴിവാക്കൽ കറാഹത്താകുന്നു. തഹജ്ജുദ് ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താകുന്നു. 2-ൽ കൂടുതൽ എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാം. തഹജ്ജുദ് നിസ്കാരത്തിൽ ദുആനെയും ഇസ്തിഗ്ഫാറിനെയും പൊറുക്കലിനെ തേടലിനെയും വർദ്ധിപ്പിക്കൽ ശക്തമായ സുന്നത്താകുന്നു. അത്താഴ സമയത്ത് നിസ്കരിക്കുന്നത് വളരെ പുണ്യമുള്ളതാണ്. അല്ലാഹു തആല പറയുന്നു, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയത്ത് അവർ പാപമോചനം തേടുന്നവരാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹിച്ചവനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തൽ സുന്നത്താകുന്നു. തഹജ്ജുദ് നിസ്കാരം 12 റക്അത്താണെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങളെ പരീക്ഷ നടത്തും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരേണ്ടി വരും. നോക്ക്, 1-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട ആയത്ത് എന്താണ്? എല്ലാവരും കൂടി പറഞ്ഞ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്നാണ്. ഇത്രയും മതി. സാധാരണക്കാർക്കുള്ള നിസ്കാരം പഠിക്കുന്നത്. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം എന്താണ്? പറഞ്ഞോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അങ്ങനെ സലാം ഇടുക. കിടക്കു മക്കളെ, 2-ാമത്തെ സുജൂദിൽ കിടക്കുമ്പോഴും മനസ്സുകൊണ്ട് ദുആ ചെയ്യുക. ഉമ്മക്ക് രോഗം മാറണേ, എനിക്ക് ഈമാൻ വർദ്ധിക്കണേ, എൻ്റെ വിഷമങ്ങൾ മാറണേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒഴിവാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി 3-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏതാ വേണ്ടത്? റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. 4-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം എന്താ വേണ്ടത്? റബ്ബനാ ലാ
ഈ 2 സ്വലാത്തുൽ ലൈൽ മസന മസന, രാത്രി നിസ്കാരം ഈ 2 റക്അത്താണ്. ഇനി അടുത്ത എത്ര റക്അത്താണ് വായിക്കേണ്ടത്? 5 വായിക്കേ. ربنا لا تؤاخذنا إن نسينا وأخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ആറാം റക്അത്തിൽ എന്താണ്? ربنا آمنا بما أنزلت واتبعنا الرسول فاكتبنا مع الشاهدين. ഞാൻ അടുത്തേതാണ് അടുത്ത എത്രാമത്തേന്? 7-ാം റക്അത്തിൽ ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. 8-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 9-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 10-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 11-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 12-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഈ നിസ്കാരം കഴിയുമ്പോൾ തന്നെ അൽബിലേക്ക് ഒരു വല്ലാത്ത സന്തോഷപ്പെടും. ചെറിയ ഫറഹല്ല. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അവസാനം ഒരു ദുആ കൂടി എഴുതിയിട്ടുണ്ട്. നമുക്ക് തഹജ്ജുദ് ഞാനൊന്ന് വായിക്കാം, നിങ്ങളെല്ലാം നോക്കിക്കോട്ടെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. إلهي إن نفسي معيوب وقلبي محزون وعقلي مغفول وهوائي غالب وطاعتي قليل ومعصيتي كثير ولسان مقر بذنوبه فكيف حيلتي يا ستار العيوب ويا غفار الذنوب ويا علام الغيوب. إلهي غابت النجوم ونامت العيون وأنت الحي القيوم الذي لا ينام. إلهي قد أغلقت الملوك أبوابها وقامت علينا حراسها وحجابها وبابك مفتوح للسائلين. إلهي وها أنا يقين ببابك يا الله. إلهي وها أنا سائل ببابك يا الله. إلهي وها أنا مسكين ببابك يا الله. إلهي وها أنا غريب ببابك يا الله. إلهي وها أنا محتاج ببابك يا الله. إلهي وها أنا مذنب ببابك يا الله. إلهي وها أنا أسير ببابك يا الله. إلهي وها أنا مددت يدي إليك وهما بالذنوب مملوءتان وعينان بالرجاء ممدودتان. إلهي إن لم تغفر لي وترحمني لأكونن من الخاسرين. اللهم ارزقني في الدنيا لقاءك. اللهم حسن مرادي ومراد جميع المسلمين. اللهم اجعل آخر كلامي عند الموت قول لا إله إلا الله محمد رسول الله. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. പഠിക്കുക, പതിവാക്കുക. അല്ലാഹു സജ്ജനങ്ങളോട് പിന്തുടരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഇത് പഠിക്കാനും പ്രചരിപ്പിക്കാനും ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഞങ്ങളുടെ യൂണിറ്റിൽ എല്ലാവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനും ഞങ്ങൾക്ക് ഇത് പ്രചരിപ്പിക്കാനും ഈ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. ദുരിതങ്ങൾ മാറ്റണേ അല്ലാഹ്. വിഷമങ്ങൾ അകറ്റണേ അല്ലാഹ്. ശിഫയാക്കണേ അല്ലാഹ്. വിശാലത തരണേ അല്ലാഹ്. എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നീ മാപ്പാക്കി തരണേ അല്ലാഹ്. നന്നാക്കണേ അല്ലാഹ്. ഹൈറായ ജോലി നൽകണേ അല്ലാഹ്. ഹൈറായ ബന്ധം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ബന്ധങ്ങളുടെ ഇടയിലുള്ള ഉലച്ചിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് നീ തീർത്തു തരണേ അല്ലാഹ്. അവസ്ഥകൾക്ക് നീ തരണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിനെ ശക്തിയായി പ്രചരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഏത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടാനുള്ള മനക്കരുത്ത് തരണേ അല്ലാഹ്. മനക്കില്ലാതെ ശാന്തമായ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്ത് പരിഹരിക്കാനുള്ള നേതൃത്വ കഴിവ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നമ്മുടെ നേതാക്കന്മാർ അകപ്പെട്ട വിഷമങ്ങൾ എന്തുണ്ടോ അതിൽ നിന്നവരെ നീ സലാമത്താക്കണേ അല്ലാഹ്. ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റണേ അല്ലാഹ്.
അല്ലാഹ് പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ദാറുകൾക്കും റബ്ബേ അത് നീ സ്വീകരിക്കണേ അല്ലാഹ് നിയ്യത്ത് നന്നാക്കണേ അല്ലാഹ് ഇഖ്ലാസ് തരണേ അല്ലാഹ് കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ് ആവശ്യങ്ങളുണ്ട് ഒത്തിരി ഉണ്ട് അതെല്ലാം നീ നിറവേറ്റി തരണേ അല്ലാഹ് ഞങ്ങളെല്ലാം നീ പൊരുത്തപ്പെടണേ അല്ലാഹ് പൊരുത്തപ്പെടണേ അല്ലാഹ് ഞങ്ങൾക്ക് നല്ല ആരോഗ്യം തരണേ അല്ലാഹ് ആഫിയത്ത് തരണേ അല്ലാഹ് ഈമാൻ സലാമത്താക്കണേ അല്ലാഹ് എല്ലാ ദിവസവും മഹാനായ മുത്തുമുള്ള ഖത്താബ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി സ്വഹാബത്ത് 2 ഖത്തം 3 ഖത്തം 1 ഖത്തം തീർത്തിരുന്നു 70 തവാഫ് ചെയ്തിരുന്നു പകൽ 70 തവാഫ് രാത്രി ചെയ്തിരുന്നു 70നും കൂടി 714 അപ്പോൾ 250 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്നു അവർ തന്നെ 2 ഖത്തം തീർത്തിരുന്നു ഇതെല്ലാം ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട് റഹ്മാനെ അത് സാധിക്കാത്തവർക്ക് മുത്തുമുള്ള ഖത്താബ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് യാസീൻ പതിവാക്കുക ഒരു ഇസ്ലാമീം സജദ് പതിവാക്കുക ഒരു വാഖിഅ പതിവാക്കുക ഒരു ദുഹാം പതിവാക്കുക ഒരു സൂറത്തുൽ മുൽക്ക് പതിവാക്കുക റഹ്മാനെ ഇത് പതിവാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എല്ലാ ദിവസവും ജുസ്ഉ ഖുർആൻ ഓതാനെങ്കിലും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ് അല്ലെങ്കിൽ പകുതിയോ ഖുർആൻ എന്ന് നോക്കിയോ ആവശ്യമെന്ന് കയ്യിലെടുത്ത് 2 കണ്ണുകൊണ്ടും നോക്കാനെങ്കിലും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് നിന്നെ വിട്ട് ഞങ്ങളെ നീ അകറ്റല്ലേ അല്ലാഹ് ഞങ്ങൾക്ക് എന്ത് ജോലിയാണോ നീ നൽകിയിട്ടുള്ളത് എന്ത് വിദ്യയാണോ നീ നൽകിയിട്ടുള്ളത് അതിൽ ഖൈറും ബറക്കത്തും ഏറ്റിത്തരണേ അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.